എല്ലാവർക്കും നമസ്കാരം. ഗതാഗത നോട്ടിക് ആൻഡ് താന്ത്രിക് റിസർച്ച് അക്കാദമിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. മനഃശാസ്ത്ര മേഖലയിലും ആധ്യാത്മിക മേഖലയിലും നിരവധി ക്ലാസുകൾ സംഘടിപ്പിക്കുന്ന അക്കാദമിയാണ് തഥാഗത അക്കാദമി. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ദേവി മഹാത്മ്യത്തെക്കുറിച്ചാണ്. ശക്തി ഉപാസനയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപാസന പദ്ധതിയാണ് ദേവി മഹാത്മ്യം. 700ഓളം ശ്ലോകങ്ങൾ അടങ്ങുന്ന 13 അധ്യായങ്ങളാണ് ദേവി മഹാത്മ്യത്തിലുള്ളത്. നമുക്ക് വേണ്ടി ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ശ്രീനാഥ്ജിയാണ്. ഡോക്ടർ ശ്രീനാഥ് കാര്യാട്ടാണ്. അദ്ദേഹം ഭാരതീയ ധർമ്മ പ്രചാരണ സഭയുടെ ആചാര്യനും അതേപോലെ ഋതംബര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാനും കൂടിയാണ്. ശ്രീനാഥ്ജി വളരെ സ്നേഹത്തോടെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീനാഥ്ജി നമസ്കാരം. വിപിൻ നമസ്കാരം. കുറേ പേരെ പരിചയമുള്ളവരാണ്, പേരുകൊണ്ട് പരിചയമുള്ളവരാണ്. മുഖം കൊണ്ട് പരിചയമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മുഖം കാണുന്നില്ല. അതുകൊണ്ട് പറ്റുന്നവരൊക്കെ വീഡിയോ ഓൺ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി സന്തോഷമായിരുന്നു. ഓക്കെ. ആ, എന്തൊരു സന്തോഷം ആൾക്കാരെ മുഖത്ത് നോക്കി സംസാരിക്കാല്ലേ. എല്ലാവരും സുന്ദരന്മാരും സുന്ദരിമാരാണായിരുന്നു. സ്റ്റാർട്ട് ചെയ്യാം നമുക്കല്ലേ. വന്ദേ ഗുരുപദദ്വന്ദ്വം അവാങ്മനസഗോചരം രക്തശുക്ല പ്രഭാമിശ്രം അതർക്യം ത്രൈപുരം മഹ. ശ്രീ ഗുരുഭ്യോ നമഃ. ശരി, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പുതിയൊരു യാത്ര ആരംഭിക്കുകയാണ്. ദേവി മഹാത്മ്യം ക്ലാസ് എന്ന് പറയുന്നത് ഒരു യാത്രയാണ്. ഈ ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത ദേവി മഹാത്മ്യം മാത്രമല്ല, നമ്മളൊരു ചണ്ഡിക യാഗം ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. എല്ലാവരും യാഗം പഠിച്ച് ഏപ്രിൽ മാസത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടി നമ്മൾ യാഗം ചെയ്യും. എന്നാൽ ഈ ക്ലാസ്സിൻ്റെ ഉദ്ദേശം ഒരു യാഗം ചെയ്യുക എന്നുള്ളതല്ല. നമ്മളെ ലക്ഷ്യം യാഗമല്ല. ഈ ലക്ഷ്യം യാഗമാണെങ്കിൽ യാഗത്തിന് പിറ്റേന്ന് നമുക്കൊന്നും ചെയ്യാല്ലാണ്ടായി പോകും. നമ്മൾക്ക് ഒരു ചെറിയ കാര്യം നമ്മളൊന്ന് ഗ്യാദർ ചെയ്യുന്നു എന്നതാണ് യാഗത്തിൽ സംഭവിക്കുന്നത്. അതിലുപരിയായിട്ട് നമ്മൾ ദേവി മഹാത്മ്യം പഠിക്കുന്നത് എന്തിനാണ്? 2-3 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, യാഗം ചെയ്യാനുള്ള അധികാരം ഈ മണ്ണിലുള്ള എല്ലാവർക്കും ഉണ്ട്. ഒരു 10-20 കൊല്ലം മുമ്പൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് യാഗം ചെയ്യുന്നതിനെക്കുറിച്ച്, ഒരു പൂജ ചെയ്യുന്നതിനെക്കുറിച്ചൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നത്. നമുക്കാകെ അമ്പലങ്ങളിലൊക്കെ പൂജ, ആരെങ്കിലും പൂജ ചെയ്യുന്നത് നോക്കി നിൽക്കാനും അവിടുന്ന് കർപ്പൂരാരതി എടുക്കാനും ഒക്കെ മാത്രം വിധിക്കപ്പെട്ടവർ, ദേവിയെ ദൂരത്ത് നോക്കി കാണാനൊക്കെ വിധിക്കപ്പെട്ടവരായിരുന്നു. കാരണം എല്ലാ സ്ഥലത്തും അതിനുള്ള അധികാരം നമുക്കുണ്ടായിരുന്നില്ല. പൗരോഹിത്യമാണ് അതൊക്കെ ചെയ്തിരുന്നത്. അവിടുന്ന് മാറി പരമഗുരുനാഥനായിട്ടുള്ള മാധവ്ജി, അദ്ദേഹത്തിൻ്റെ വലിയൊരു സങ്കല്പം തന്നെ പൂജ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യാഗം എന്നൊക്കെ പറയുന്നത് ഒരു ശാസ്ത്രമാണ്, തന്ത്രശാസ്ത്രത്തിൻ്റെ ഭാഗമാണ്. ശാസ്ത്രം എല്ലാവർക്കും പഠിക്കാനുള്ള അധികാരമുണ്ട്. അതെല്ലാവരും പഠിക്കുകയും വേണം. പഠിക്കുന്ന ഏതൊരാൾക്കും ഇത് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഉദാഹരണത്തിന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അപ്പോൾ വൈദ്യം ഒരു ശാസ്ത്രമാണ്, എൻജിനീയറിങ് ഒരു ശാസ്ത്രമാണ്. ഇതൊക്കെ ഓരോ സയൻസാണ്. ആ സയൻസ് പഠിച്ച ഒരാളാണ് അത് കൈകാര്യം ചെയ്യാം. ഏതൊരു കാര്യം, നമ്മളിപ്പോൾ ഒരു വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു അസുഖം വന്നു, പനി വന്നു, അല്ലെങ്കിൽ ഒരു അസുഖം വന്നു, എന്തോ ഒരു അസുഖം, നമ്മൾ ആരെയാണ് കാണിക്കാൻ പോവുക? ഒരു ഡോക്ടറെ കാണിക്കാൻ പോകും അല്ലേ? നമ്മൾ ആ ഡോക്ടറുടെ പ്രൊഫൈൽ നോക്കിയിട്ട് അയ്യോ, അല്ലെങ്കിൽ അയാൾ, ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, ആ ഡോക്ടർ നല്ല പ്രഗത്ഭനായ ഡോക്ടറായിരുന്നു, നല്ല ഡോക്ടറായിരുന്നു, പക്ഷേ അയാൾ മരിച്ചുപോയി. അപ്പം നമ്മൾ ആരെങ്കിലും, അയാളെ മകനുണ്ട് 10ാം ക്ലാസ് പാസ്സായില്ല, പക്ഷെ നമ്മൾ ആരെങ്കിലും പറയുമോ, ഓ ഭയങ്കര പാരമ്പര്യമുള്ള ആളായിരിക്കുമല്ലോ, അച്ഛൻ നല്ല കേമനാണല്ലോ, അപ്പോൾ 10ാം ക്ലാസ് പാസ്സായില്ലേന്ന് തർക്കമില്ല, അയാളെ തന്നെ പോയി കാണിക്കാം എന്ന് നമ്മൾ തീരുമാനിക്കുമോ? ആരും തീരുമാനിക്കാറില്ല. ബോധമുള്ള ആൾക്കാർ തീരുമാനിക്കില്ല. ഒരു വീട് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിക്കുമ്പോൾ നമ്മളൊരു ആരെയാണ് അന്വേഷിക്കുക? ഒരു നല്ല എൻജിനീയർ അന്വേഷിക്കും. ആരെങ്കിലും നോക്കിയിട്ട് പറയാം, നല്ല ആളൊക്കെ നല്ല ആളായിരുന്നു, പക്ഷേ അയാളുടെ അച്ഛൻ ഇപ്പോൾ വലിയ കർഷകനാണ്, അയാൾക്ക് വലിയ വിവരമില്ല, പാരമ്പര്യമില്ല, അതുകൊണ്ട് അയാളെ വീടുണ്ടാക്കാൻ ഏൽപ്പിക്കേണ്ട എന്ന് നമ്മൾ പറയാറില്ല. അവിടെയൊക്കെ നമ്മൾ നോക്കുക, അവർക്ക് ഡിഗ്രി ഉണ്ടോ, അവർക്ക് സ്കില്ലുണ്ടോ, അവർക്ക് ഇതിനെക്കുറിച്ച് അറിയോ എന്നാണ് നോക്കുക. എന്നാൽ നമ്മളെ വീട്ടിൽ പൂജ ചെയ്യാൻ വേണ്ടി നമ്മളൊരാളെ വിളിക്കാൻ നോക്കുമ്പം
നമ്മൾ അയാൾക്ക് സ്കില്ലുണ്ടോ എന്നല്ല നോക്കുക, അയാൾക്ക് വാലുണ്ടോ എന്നാണ് നോക്കുക. അതായത് വാലുണ്ടോ എന്നല്ല, അയാൾക്ക് പേരിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, അയാൾ ഏത് പരമ്പരപ്പെട്ട ആളാണ്, ഏത് ഇല്ലത്തുള്ള ആളാണെന്നൊക്കെ നോക്കും. അതായത് തന്ത്രശാസ്ത്രം എന്ന് പറയുന്ന ഒരു ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവർക്ക് അതിനെക്കുറിച്ച് അറിവ് വേണമെന്നില്ല, പാരമ്പര്യം മാത്രം മതി എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. എന്നാൽ മാധവജിയാണ് പറഞ്ഞത് തന്ത്രശാസ്ത്രം അങ്ങനെയല്ല. പൂജ ചെയ്യാനുള്ള അധികാരം പൈതൃകമായ പാരമ്പര്യമല്ല, അത് പഠിച്ച ഒരാൾക്ക് ചെയ്യാൻ പറ്റും. ഇത് മറ്റെല്ലാ ശാസ്ത്രവും കൈകാര്യം ചെയ്യുന്നത് പോലെ കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു ശാസ്ത്രമാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അതിനുവേണ്ടി പൗരോഹിത്യത്തിന്, അന്ന് ഇതൊക്കെ ചെയ്തിരുന്ന പൗരോഹിത്യത്തോട് യുദ്ധം ചെയ്ത് ആ, അമ്പലത്തിന് മുമ്പിൽ കൊടി നാട്ടി നിരാഹാരം സത്യാഗ്രഹം നടന്നിട്ടല്ല അദ്ദേഹം ഇത് നടപ്പിലാക്കിയത്. അന്നത്തെ മുഴുവൻ പൗരോഹിത്യത്തെ നേരിട്ട് പോയി കണ്ട് അവരോട് സംസാരിച്ച് അവരെ കൊണ്ട് തന്നെ ഒരു വിളംബരം, പൂജ ചെയ്യാനുള്ള അധികാരം എല്ലാവർക്കും ഉണ്ട് എന്ന് ഒരു വിളംബരം നടത്തിച്ചു. പാലിയം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നടന്നത്. അപ്പോൾ പാലിയം വിളംബരം എന്നാണ് അത് അറിയപ്പെടുന്നത്. ഒരുപക്ഷെ മാധവജി വലിയ കാലം അതിന് ശേഷം ഉണ്ടായിട്ടില്ല. പിന്നീട് ആ ഒരു ആശയത്തെ ഏറ്റെടുത്ത് നടത്തുന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ്. അതിലേറ്റവും പ്രധാന ശിഷ്യനായിട്ടുള്ള എൻ്റെ ഗുരുനാഥനായിട്ടുള്ള അഴകത്ത് ശാസ്ത്രശമൻ നമ്പൂരിപ്പാടാണ് പിന്നീട് അനേകം പേർക്ക് മന്ത്രദീക്ഷ കൊടുത്ത് വളരെ സാധാരണക്കാരായ ആൾക്കാർക്കൊക്കെ ഉപദേശവും അല്ലെങ്കിൽ മന്ത്ര ഉപദേശം കൊടുത്ത് അവരൊക്കെ വലിയ സാധകരാക്കി മാറ്റിയത്. അന്ന് പൗരോഹിത്യത്തിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ എതിർപ്പുണ്ടായിട്ട് പോലും അദ്ദേഹം എല്ലാവരെയും പൂജയൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങി. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും അദ്ദേഹത്തിൻ്റെ ധാരാളം തിരക്കുകളെ കൊണ്ട് അദ്ദേഹത്തിന് വേണ്ടതുപോലെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ പൂർണ്ണമായിട്ടും അത് നടപ്പിലാക്കാൻ പറ്റിയിട്ടില്ല. അതിനുശേഷം ആ ഒരു ആശയത്തെ മുന്നോട്ട് കൊണ്ടുവന്നത് ഭാരതീയ ധർമ്മ പ്രചാര സഭയാണ്. നമ്മളാണ് പിന്നീട് എല്ലാവരെയും പൂജയൊക്കെ പഠിപ്പിക്കണം എന്നുള്ള ചിന്തയിൽ പഠിപ്പിക്കാനൊക്കെ തുടങ്ങിയത്. ആ സമയത്ത് നമുക്ക് ഈ സൂമിനെ കുറിച്ചൊന്നും വലിയ ധാരണ ഇല്ല. ആകെ നമ്മൾ ഈ ഞായറാഴ്ച ക്ലാസ് വെക്കും, അതിലാരെങ്കിലുമൊക്കെ വരും, ഓരെ പഠിപ്പിക്കും. പിന്നെ കുറച്ച് പേരെ 10 കൊല്ലം കൊണ്ട് 1000 പേരെയാണ് നമുക്ക് പഠിപ്പിക്കാൻ പറ്റിയത്. 10 കൊല്ലം കൊണ്ട്. ആ സമയത്താണ് ഭാഗ്യത്തിന് ഒരവതാരം പോലെ കൊറോണ പ്രത്യക്ഷപ്പെട്ടത്. ഞാൻ കൊറോണ ഭഗവതി എന്നാണ് പറയൽ. ഞാൻ നിത്യം പൂജിക്കുന്ന ഒരു ദേവതയാണ്. എൻ്റെ വീട്ടിൽ പൂജാമുറിയിൽ ഇടത്ത് സൈഡിൽ മുകളിൽ കൊറോണൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. അങ്ങനെ മാലയൊക്കെ ഇട്ട് കർപ്പൂരാർത്തി എടുക്കും ഞാൻ. കാരണം ചിലത് കൊറോണ ഭഗവതിയാണ് എന്നാണ് ഞാൻ പറയാറ്. കാരണം ഈ ഭഗവതി വന്നതോടുകൂടി നമ്മളെ നാട്ടിൽ എല്ലാവരും വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ തുടങ്ങി. നമുക്ക് വേറെ വഴിയൊന്നുമില്ലാത്തതിനെ കൊണ്ട് നമ്മൾ സൂമൊക്കെ പഠിക്കാൻ തുടങ്ങി. നമുക്ക് ആദ്യം വലിയ ധാരണയൊന്നുമില്ല സൂമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പം എല്ലാവർക്കും സൂം നന്നായിട്ട് അറിയാം. അപ്പം നന്നായിട്ട് നമ്മൾ കുറച്ചുകൂടി വലുതായി. ഒരു പണ്ട് നാരായണീയം ക്ലാസ് എന്നൊക്കെ പറയുന്നത് ഒരു അമ്പലത്തിൽ ഒരു മാതൃസമിതി ഉണ്ടാവും. അതിൽ 7, 5, 13 ആൾക്കാരുണ്ടാവും. 7, 5, 13 അല്ലേ? അതെ. ആ, അപ്പോൾ 13 ആളുണ്ടാവും. അങ്ങനെയാണ് നാരായണീയം ക്ലാസ്സൊക്കെ നടന്നിരുന്നത്. അതും ഒരു 70+ ആൾക്കാരായിരിക്കും. ഓരോ കൊല്ലം 2 ആൾക്കാർ മിക്കവാറും വിസയും പാസ്പോർട്ട് എടുത്ത് പോവും. പിന്നെ അങ്ങനെ അങ്ങനെ പോയി തീരുന്നൊരു കാര്യമാണ്. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ സൂമൊക്കെ വന്നതോടുകൂടി 7, 5, 12 അല്ലേ? ആ, കണക്കിൽ ഞാൻ മോശം. ഞാൻ തന്ത്രത്തിൽ കേമനാണെങ്കിലും കണക്കിൽ ഭയങ്കര മോശം. അങ്ങനെ ഈ സൂമൊക്കെ എല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ കുറച്ചുകൂടി നമ്മളെ ലോകം വലുതായി. ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ആൾക്കാർ ഒരുമിച്ച് കൂടാനൊക്കെ തുടങ്ങി. അതിൽ ആദ്യ കാലഘട്ടത്തിലൊക്കെ ഞാനിപ്പം എൻ്റെ മുത്തശ്ശിയാണെങ്കിൽ അതിലൊരു വലിയ പ്രചോദനമായത്. മുത്തശ്ശിക്ക് അന്ന് 82 വയസ്സുണ്ട്. അപ്പോൾ 82 വയസ്സുള്ള മുത്തശ്ശി നാരായണിയൊക്കെ ചെല്ലും. അങ്ങനെ ഈ കൊറോണ വന്നതോടുകൂടി 3-4 ദിവസം ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നതൊക്കെ കണ്ട് പിന്നെയാണ് നാരായണിയും സൂമിലേക്ക് മാറ്റിയത്. അപ്പം ഈ ഫോണൊക്കെ വാങ്ങി, സ്മാർട്ട് ഫോണൊക്കെ വാങ്ങി സൂമൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് എൻ്റെ ചെറിയ മോനോട് വരണം അതൊന്ന് ഓണാക്ക് എന്നറിയും. അതിൽ മൈക്ക് ഓണാക്കാൻ അറിയില്ല, മൈക്ക് ഓഫാക്കാൻ അറിയില്ല. അതിനൊക്കെ ചെറുതിനെ വിളിക്കുക. അങ്ങനെ ഞാൻ വിചാരിച്ച് ഈ മുത്തശ്ശിയൊക്കെ ഈ വയസ്സാം കാലത്ത് സൂമൊക്കെ ഉപയോഗിച്ച് എന്ത് പഠിക്കാനൊക്കെ വിചാരിച്ച് പുച്ഛിച്ച് നിന്ന ഞാനാണ്. അങ്ങനെ കഴിഞ്ഞ ദിവസം എന്നോട് മുത്തശ്ശി പറയാം, മോനെ സൂമിൻ്റെ അകത്ത് റൂം സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു പരിപാടി നിനക്ക് അറിയോ അത് എന്നാ. അതായത് അത്ര എക്സ്പേർട്ടായിപ്പോയി. അത്രയും കാര്യങ്ങൾ പഠിച്ചു. ഇപ്പോൾ ഫുൾ ബിസിയാണ്. രാവിലെ അമേരിക്കയിൽ ഏതൊരു നാരായണൻ ഗ്രൂപ്പിലുണ്ട്, ഉച്ചയ്ക്ക് ആസ്ട്രേലിയയിൽ ഏതൊരു നാരായണ ഗ്രൂപ്പിലുണ്ട്, പിന്നെ രാത്രി 12 മണിക്ക് ജർമ്മനിയിൽ ഏതൊരു ലളിതാ സഹസ്രനാമ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട്. എപ്പോഴാണ് എന്താണ് പരിപാടി എന്നറിയില്ല. ലോകം മുഴുവൻ മുത്തശ്ശി നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇപ്പോൾ. അതൊക്കെ സാധ്യമായത് കുറച്ചുകൂടി നമുക്ക് വൈഡായിട്ട് ഇത് പഠിക്കാൻ സാധിച്ചത് ഈ ഞാൻ കൊറോണ ഭഗവതിയാണെന്ന് പറയാൻ ഇത് മാത്രമല്ല കേട്ടോ. കാരണം
നമ്മൾ മുന്നോട്ട് ദേവി മഹാത്മ്യം ക്ലാസ് പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഭഗവതീൻ്റെ പര്യായമായിട്ട് ആ, ഈ സൂമിനെയൊക്കെ കാണാൻ പറ്റും നമുക്ക്. അങ്ങനെ ആ ഭഗവതീൻ്റെ പര്യായമായിട്ട് സൂം കാണാൻ പറ്റുക. സൂം ഇപ്പോൾ ഇന്നലെ ഉണ്ടായതല്ലേന്ന് വെച്ചാൽ സൂമിനൊരു പ്രത്യേകത ഉണ്ട്. ദേശവും കാലവും നമ്മളെ ബാധിക്കില്ല. കാരണം നമ്മളിപ്പോൾ രണ്ട് കാലഘട്ടത്തിൽ ജീവിക്കുന്നവരാണ്. ഞാനിപ്പോൾ ദുബായിലുള്ളത്. ഇവിടെ സമയം ഇപ്പം 5:45 അപ്പോൾ കേരളത്തിൽ പങ്കെടുക്കുന്ന ആൾക്ക് 7:15. ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് പങ്കെടുക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് നമ്മൾ ഒരു ദിവസം പിന്നിലാണ്. അവർക്ക് രാവിലെ ആയിട്ടേ ഉള്ളൂ. ഒരു ദിവസമല്ല, അവർക്ക് ഇന്ന് തിങ്കളാഴ്ച രാവിലെ ആയിട്ടേ ഉള്ളൂ. നമുക്ക് തിങ്കളാഴ്ച വൈകുന്നേരമായി. അപ്പം പല സമയത്തുള്ളവരാണ് നമ്മൾ ഒരുമിച്ച് കൂടുന്നത്. പല സ്ഥലത്തുള്ളവരാണ് നമ്മൾ ഒരുമിച്ച് കൂടുന്നത്. കാലത്തെയും ദേശം എന്ന് പറയുന്ന രണ്ട് ക്രൈറ്റീരിയനെ നമ്മൾ മറികടന്നു. ഈ കാലം ദേശം എന്ന് പറയുന്ന രണ്ട് ക്രൈറ്റീരിയയാണ് തന്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ടൈം ആൻഡ് സ്പേസ്. US 8:45 AM. സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട് അവിടെ. ഇല്ലറൊന്നുമല്ല, എനിക്ക് അവിടെ ഉണ്ട് ആൾക്കാർ. എനിക്ക് അവിടെ ഉണ്ട് പിടിയെന്നല്ലേ, തിരുവനന്തപുരത്തുണ്ട് പിടിയെന്നല്ലേ, എനിക്ക് US ഉണ്ട് പിടി. അവിടെ 8:45 എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ ടൈം ആൻഡ് സ്പേസ് എന്ന് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട പരിമിതികളെ മറികടക്കാൻ നമുക്ക് ഇതിലൂടെ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയൊരു മാറ്റം ലോകത്തുണ്ടായി. അത് മാത്രമല്ല, ഈ നേരത്തെ പറഞ്ഞ 70+ ആൾക്കാരെ ആണ് ഇതൊക്കെ പഠിക്കാൻ പണ്ട് വന്നിരുന്നു. നമ്മളൊക്കെ ധാരണ ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ ഒരു 70 വയസ്സ് കഴിഞ്ഞാൽ തുടങ്ങേണ്ട സാധനമാണ്. അത് മാറിയിട്ട് ഒരുപാട് കുട്ടികൾ ഒക്കെ ഇത് പഠിക്കാൻ തുടങ്ങി, കുറച്ചുകൂടി നല്ല രീതിയിൽ. അതിന് കാരണമുണ്ട്. പഠിക്കാനുള്ള കാരണങ്ങളൊക്കെ ഞാൻ പറയാം മുന്നോട്ട് പോകുമ്പോൾ. എത്രത്തോളം സമയം ഉണ്ടാവും എന്നറിയില്ല. വരുന്ന രീതിയിൽ ഒഴുക്കിനനുസരിച്ച് പറയാം. ഇപ്പോൾ കൊറോണ കാലത്ത് വെറുതെ ഇരിക്കുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കുകയാണ്, ഒരു പണിയില്ല. ആ സമയത്താണ് എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി വേണമല്ലോ എന്ന് ആലോചിച്ചപ്പോഴാണ് ഒരു മഹാലക്ഷ്മി പൂജ ആൾക്കാരെ പഠിപ്പിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ ഒരു മഹാലക്ഷ്മി പൂജ വാട്സപ്പിൽ പഠിപ്പിക്കാൻ തുടങ്ങി. അന്ന് അതിശക്തമായ എതിർപ്പ് എല്ലാ ഭാഗത്തും ഉണ്ടായിരുന്നു. വാട്സപ്പിലൊക്കെ പൂജ പഠിപ്പിക്കുക, ഓൺലൈൻ പൂജ പഠിപ്പിക്കുന്ന ആൾ എന്നൊക്കെ ആൾക്കാർ കളിയാക്കുകയൊക്കെ ചെയ്ത്, ഓൺലൈൻ ദീക്ഷ, ഓൺലൈൻ ഗുരു, ഓൺലൈൻ ദീക്ഷ കൊടുക്കുന്ന ആൾ എന്നൊക്കെ പറഞ്ഞ് പല ഭാഗത്തുനിന്ന് ആൾക്കാർ കളിയാക്കുകയും അതുപോലെ തന്നെ പൗരോഹിത്യം ശക്തമായി ഇതിനെ എതിർക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ നമ്മൾ അന്ന് വകവെച്ചില്ല. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് നമുക്ക് ഏതാണ്ട് കൊറോണ കാലത്ത് നമുക്കൊരു 10,000-ലധികം പേര് പൂജ, മഹാലക്ഷ്മി പൂജ പഠിച്ച് ചെയ്യാൻ തുടങ്ങി. 10,000-ഓളം കുടുംബങ്ങൾ. അവിടെയാണ് നമുക്ക് മനസ്സിലായത് നമ്മളെ നാട്ടിലെ ആൾക്കാർ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. അവർക്ക് ഈ ശാസ്ത്രമൊക്കെ പഠിക്കാൻ എത്ര താല്പര്യമുണ്ടെന്ന് മനസ്സിലായത്. അങ്ങനെ പിന്നീട് സത്യം പറഞ്ഞാൽ അവരുടെ ആ 10,000 ഫാമിലീൻ്റെ നിർബന്ധ ഫലമായിട്ടാണ് പിന്നെ ഓരോന്ന് പഠിപ്പിക്കാൻ തുടങ്ങിയത്. അവർക്ക് ഗണപതി ഹോമം പഠിക്കണം എന്ന് പറഞ്ഞു. ഗണപതി ഹോമം ക്ലാസ് ഉണ്ടാക്കി പഠിപ്പിക്കാൻ തുടങ്ങി. ഏതാണ്ട് ഒരു 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 കർക്കിടക മാസത്തിൽ 1000-ഓളം പെൺകുട്ടികൾ എല്ലാ ദിവസവും ഗണപതി ഹോമം ചെയ്തു, 30 ദിവസവും. അപ്പം 30 ദിവസം പെൺകുട്ടിക്ക് ഗണപതി ഹോമം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. ഇപ്പോൾ ഈ ഗണപതി ഹോമം ചെയ്യാൻ പറ്റാത്ത ഇതൊക്കെ ചോദിക്കാൻ പോണേ എനിക്കറിയാം. അപ്പം അടുത്ത് നിന്ന് ചോദ്യോത്തരത്തിനുള്ള ഒരു ചോദ്യമാണ്. സ്ത്രീകൾക്ക് ജപിക്കാൻ പറ്റാത്ത സമയത്ത് ജപിക്കാൻ പറ്റുമോ? പറ്റാത്ത സമയത്ത് ജപിക്കാൻ പറ്റില്ല. പക്ഷേ ഈ പറ്റാത്ത സമയം ഏതാ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ പറ്റുന്നില്ലേ, ഏതൊരു സിനിമ ചോദിക്കുന്നില്ലേ ഏതാണ് സാർ അസമയം എന്ന് ചോദിക്കുന്നില്ല, അതുപോലെ സ്ത്രീകൾക്ക് പറ്റാത്ത സമയം ഏതാണ് സാർ എന്ന് ചോദിച്ചാൽ അങ്ങനത്തെ ഒരു സമയമില്ല എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. എന്തായാലും സ്ത്രീകൾ, പെൺകുട്ടികൾ എല്ലാ ദിവസവും ഗണപതി ഹോമമൊക്കെ ചെയ്തു എന്നുള്ള വലിയൊരു വിപ്ലവം ആ മേഖലയിലുണ്ടായി. അതിനുശേഷം അവരുടെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു താല്പര്യത്തിൽ അനുസരിച്ചാണ് നമ്മൾ എല്ലാവരും ദേവി മഹാത്മ്യം പഠിക്കണം എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ ദേവി മഹാത്മ്യം പഠിപ്പിക്കുന്നതിനെക്കുറിച്ചും ചണ്ഡികാ യാഗം പഠിപ്പിക്കുന്നതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ക്ലാസ് നമുക്ക് ആരാ പഠിപ്പിക്കാമെന്ന് അറിയില്ല. അങ്ങനെ ഓരോ ആൾക്കാരെയൊക്കെ സംഘടിപ്പിച്ച് നമ്മൾ ക്ലാസ്സൊക്കെ ആരംഭിച്ചു. സത്യത്തിൽ ആദ്യമായിട്ട് നമ്മൾ ക്ലാസ് കേരളത്തിൽ ഒരു ക്ലാസ് നടത്തിയിട്ടുണ്ട്. പിന്നീട് നേരെ ദുബായ് ബേസ് ചെയ്തിട്ട്, ദുബായിലാണ് ഇപ്പോൾ 3 യാഗങ്ങൾ ഭംഗിയായിട്ട് നടന്നു. ഏറ്റവും കൂടുതൽ യാഗം നടന്ന അമേരിക്കയിലാണ്. അമേരിക്കയിൽ ഇപ്പോൾ ഇനി മാർച്ചിൽ നടക്കാൻ പോവുകയാണ്. മാർച്ചിൽ 4 യാഗങ്ങൾ. മാർച്ചിൽ ഹൂസ്റ്റണിലും ഡാലസിലും അറ്റ്ലാന്റയിലും മാർച്ചിലും, മെയിൽ വെർജീനിയയിലും യാഗം നടക്കുന്നുണ്ട്. ഏതാണ്ട് അവിടുത്തെ ഒരുപാട് പേര് അമ്മമാർ പഠിച്ച് അവരിരുന്നാണ് യാഗം ചെയ്യുന്നത്. നമ്മളിവിടെ നോക്കിക്കുന്നേ ഉള്ളൂ, അത്ര എക്സ്പേർട്ടായി. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ടില്ലെങ്കിലും അവർ ഒരുമിച്ച് കൂടി യാഗം ചെയ്യുന്നുള്ള അവസ്ഥയിലേക്ക് ഇതൊക്കെ വന്നത് കഴിഞ്ഞ ഒരു 4 വർഷം കൊണ്ടാണ്. അപ്പം അങ്ങനെ ദേവി മഹാത്മ്യം പഠിക്കാനും പഠിപ്പൊക്കെ തുടങ്ങിയ സമയത്താണ് ആൾക്കാർ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് ഈ അമ്മമാർ ചോദ്യം ചോദിക്കുന്നത് പോലെ കുട്ടികളും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഇപ്പോഴത്തെ കുട്ടികളെക്കുറിച്ച് പറയുന്ന സമയത്ത് നല്ല ഒരു തലമുറയാണ് വളർന്നു വരുന്നത്. നമ്മളെക്കാൾ നല്ല തലമുറയാണ് വരുന്നൊരു തലമുറ എന്ന് പറയാം. പറയാൻ കാരണം അവർക്ക് കള്ളത്തരമില്ല.
അവർക്ക് എന്താണോ ചോദിക്കണം എന്ന് തോന്നുന്നത് അത് അന്തസ്സായിട്ട് ചോദിക്കും. അവരെ അഭിപ്രായങ്ങൾ തുറന്ന് പറയും അവർ. അതെന്തോ ആട്ടെ, നമുക്കത് സഹിക്കാൻ പറ്റുമല്ലോ എന്നുള്ള വേറെ വിഷയം. ആ സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് നമ്മളെ കുഴപ്പമാണ്, അവരെ കുഴപ്പമല്ല. അങ്ങനെ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയാൻ നമ്മൾക്കും പറ്റുന്നില്ല. അതുകൊണ്ടാണ് ദേവീ മാഹാത്മ്യമൊക്കെ കേവലം ഒരു ശ്ലോകമായിട്ടോ ഒരു കഥയായിട്ടോ പഠിപ്പിച്ചിട്ട് കാര്യമില്ല, അതല്ല ഇനി ലോകത്തിന് വേണ്ടത് എന്ന് തോന്നിയത്. കാരണം നമുക്കും ചിലപ്പം ആ ചോദ്യമൊക്കെ ചോദിക്കുക, നമ്മളെന്തോ ഒരു ഭയം കൊണ്ട് ചോദിക്കാതിരിക്കുക. നമ്മളെ ഉള്ളിൽ ഒരുപാട് ചോദ്യമുണ്ട്. നമുക്ക് എന്തിനാണ് ഈ ദേവതകളൊക്കെ 10ഉം 15ഉം കൈകളുള്ള ദേവത, 10ഉം 16ഉം കൈയുള്ള ദേവത, ആരെങ്കിലും കണ്ടാൽ കുത്തി കൊല്ലുക, അക്രമം, തീവ്രവാദം, കൊലപാതകം, ഈ കംപ്ലീറ്റ് വെട്ടും കുത്തും പ്രശ്നങ്ങൾ. ഇങ്ങനെ പണ്ടൊരു കുട്ടീനോട് പറഞ്ഞിട്ടുണ്ട്, ഹിന്ദു ദേവതകളൊക്കെ ടെററാണ് എന്നാണ് പറഞ്ഞത്. ഒരു കുട്ടി പറഞ്ഞതാണ്. കാരണം അവളെ കുറ്റം പറഞ്ഞ കാര്യമില്ല, അവൾ നോക്കുന്ന സമയത്ത് എല്ലാ സ്ഥലത്തും ഈ ടെററാണ്. ഇന്ത്യയിൽ മറ്റേ ശൂലം കൊണ്ട് കഴുത്തിൽ കുത്തുക, വാളുകൊണ്ട് തല വെട്ടിക്കളയുക, അങ്ങനെയുള്ള യുദ്ധങ്ങളാണ് എല്ലാ സ്ഥലത്തും. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ഈ അങ്ങനെ നമ്മൾ വിശ്വസിച്ചിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് കാളീനെയൊക്കെ എടുത്ത് നമ്മൾ കളഞ്ഞിട്ടുണ്ട്. കാളീനെ നോക്കണം, ഇത് കാണാൻ അത്ര ഭംഗിയില്ല. കാരണം ഒന്ന് നാവൊക്കെ നീട്ടി ഈ തലയോട്ടിയൊക്കെ വെട്ടി ചോര ഊറ്റുന്ന തലയോട്ടിയൊക്കെ പിടിച്ചിട്ട് കഴുത്തിൽ തലയോട്ടീൻ്റെ മാലയൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു ദേവി. നമുക്ക് അത്ര അങ്ങോട്ട് പിടിക്കാത്തതുകൊണ്ട് നമ്മളതൊക്കെ മാറ്റി ചിരിച്ചിരിക്കുന്ന ദേവതകളെയൊക്കെ നമ്മൾ വീട്ടിൽ വെക്കാൻ തുടങ്ങി. കാരണം പിന്നെ ആരൊക്കെയോ പറഞ്ഞിരുന്നത് ഇങ്ങനത്തെ ദേവീനെയൊക്കെ വീട്ടിൽ വെച്ചാൽ ബുദ്ധിമുട്ടാണെന്നൊക്കെ ആരൊക്കെയോ പറഞ്ഞിട്ട് അതൊക്കെ നമ്മൾ വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ ഇത് പഠിക്കുന്ന സമയത്ത് നമ്മളെ ഉള്ളിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മളെ കള്ളത്തരം കൊണ്ട് നമ്മൾ ചോദിച്ചിട്ടില്ല. ഒന്ന് നമ്മളെ കള്ളത്തരം എന്താ, ഇതൊക്കെ ചോദിക്കാനുള്ള ധൈര്യമില്ല. ഇതൊക്കെ നമ്മൾ ചോദിച്ചാൽ നമ്മളെക്കുറിച്ച് ആൾക്കാർ എന്ത് വിചാരിക്കുന്നൊക്കെ നമ്മൾ വിചാരിച്ചു. പിന്നെ നമ്മളെ പേടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചാൽ കുരുത്തക്കേടാണ്, കുരുത്തല്ലാത്തവൻ കുരുത്തല്ലാത്തവൾ എന്നൊക്കെ നമ്മളെ പൂർവികർ നമ്മളെക്കുറിച്ച് പറയും. പിന്നെ ബാക്കിയുള്ള ആൾക്കാർ നമ്മളെ പേടിപ്പിക്കുകയും ചെയ്യും. ഇങ്ങനത്തെ ചോദ്യം ചോദിച്ചാൽ ദൈവകോപം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ദൈവകോപത്തിൽ കുടുങ്ങിപ്പോയ ആൾക്കാരാണ്. ദൈവഭയം എന്നുള്ളൊരു വാക്ക് സനാതന സംസ്കാരത്തിൻ്റെ ഭാഗമല്ല. ഗോഡ് ഫിയറിങ് പേഴ്സൺ ആണ് നല്ലത് എന്ന് സെമിറ്റിക് മതങ്ങൾ നമ്മളെ പഠിപ്പിച്ചാണ്. നമ്മൾക്ക് ദൈവത്തോട് ഭയമല്ല, ഭയമുള്ള ഒരാളോട് നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല, നമുക്ക് അയാളെ പൂർണ്ണമായിട്ട് സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ സനാതന സംസ്കാരം എപ്പോഴും പറഞ്ഞത് ഭഗവാനോട് അല്ലെങ്കിൽ ഭഗവതിയോട് നമ്മൾക്ക് ഉണ്ടാവേണ്ട വികാരം പ്രണയമാണ് എന്നാണ്. ലോകത്ത് പ്രണയമുള്ള ഒരാളെക്കുറിച്ച് മാത്രമേ നമുക്ക് ബോറടിക്കാതെ 24 മണിക്കൂറും ചിന്തിക്കാൻ പറ്റൂ. ഭാര്യനെ കുറിച്ച് പോലും അങ്ങനെ ചിന്തിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഭാര്യനെയും ഭർത്താവിനൊന്നും അങ്ങനെ കുറേ സമയം മനസ്സിൽ ചിന്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ പ്രണയം ഒരാളോടുണ്ടെങ്കിൽ നമുക്ക് അവർ എത്ര വർത്താനം പറഞ്ഞാലും മതിയാവില്ല, എത്ര കണ്ടാലും മതിയാവില്ല, എപ്പോഴും കൂടെ വേണം തോന്നും. അങ്ങനെ എപ്പോഴും കൂടെ വേണം തോന്നുന്ന ഒരു ഭാവത്തിലേക്ക് ദേവതയും നമ്മളുടെ ഒരു ബന്ധം വരണം. അത് ആ ബന്ധം വരണം, ഭയമല്ല വേണ്ടത്. നമുക്ക് ആ തരത്തിലുള്ള ഒരു ബന്ധം, ഒരു പ്രേമമാണ് ഭഗവതിയോട് വേണ്ടത്. എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവുക. ഭയമാണെങ്കിൽ നമ്മൾ ദേവതനെ മാറ്റി നിർത്തും. കാരണം എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടായാൽ അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നാളെ ഒരു വീട്ടിൽ പോയ സമയത്ത് വീട്ടിലെല്ലാവരും കൂടി ഇരുന്ന് കള്ളു കുടിക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്തു വെച്ചാൽ ഒരു കൃഷ്ണൻ്റെ പ്രതിമ ഉണ്ട് പിന്നെ ഡൈനിങ് ഹാൾ മൂലയ്ക്ക് മെല്ലെ ഒരു തോർത്തുകൊണ്ട് എടുത്ത് കൃഷ്ണൻ്റെ മുഖത്തേക്ക് അങ്ങ് ടച്ച്. കാരണം വെച്ചാൽ ഇയാളിത് കാണണ്ടെന്നുള്ളതാണ്. കാരണം ഞങ്ങൾ കള്ളു കുടിക്കുന്നതിലെ മൂപ്പര് പെടണ്ട, ഈ കുളിച്ച് കുറിയൊക്കെ തൊട്ട് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ മാത്രം മൂപ്പര് കണ്ടാൽ ആ വിഭാഗത്തിൽ മൂപ്പര് പെട്ടാൽ മതി. ഇത്തരം കാര്യങ്ങൾക്കൊന്നും അയാളെ കൂട്ടുന്നത് ശരിയല്ല എന്നുള്ളതാണ്. അവിടെ ദേവതയെ നമ്മളെ ആവശ്യത്തിന് നമ്മളെ താല്പര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്ന ഒരു തലത്തിലേക്കൊക്കെ നമ്മൾ വന്നത് ഒന്ന് അറിവില്ലായ്മ കൊണ്ടാണ്, ഒന്ന് അത് വിവരക്കേടുമാണ്. പക്ഷേ വരുന്ന ഒരു തലമുറ ഇത്തരം ചോദ്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കും. അല്ലെങ്കിൽ അവർ ചോദിക്കും, നിങ്ങൾ ഇത്രയും കാലം നാമം ജപിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വല്ല മാറ്റം ഉണ്ടായോ? പിന്നെ നിങ്ങൾ എന്തിനാണ് ഞങ്ങളോട് ഇതൊക്കെ ചെയ്യാൻ പറയുന്നത്? ഇത്രയും കാലം നാമത്തിൽ നിങ്ങൾക്ക് ഒരു മാറ്റവും ഞാൻ കാണുന്നില്ല, ഒരു ഗുണം ഉണ്ടായില്ല, പിന്നെ ഞങ്ങൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ തലമുറ ചോദിക്കും. നമ്മളങ്ങനെ കുട്ടികളെ ചോദിക്കുന്ന, ഞാനൊരു പക്ഷേ ഏറ്റവും കൂടുതൽ കുറേ കാലമായിട്ട് കഴിഞ്ഞൊരു 10 കൊല്ലമായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ സമയം കുട്ടികളെ കൂടെ ആയതുകൊണ്ട് അവരുടെ ഒരു വൈബ് എനിക്കറിയാം. ഇപ്പം നമ്മൾ ആ ഒരു തലമുറ തമ്മിലുണ്ടാകുന്നൊരു വ്യത്യാസം, അവർ ചോദിക്കുന്ന യുക്തിപരമായ അല്ല ഒരു കുറച്ചുകൂടി അതിനെ സയൻറ്റിഫിക് ടെമ്പർമെൻ്റ് എന്നൊക്കെയാണ് പിള്ളേർ വിളിക്കുന്നത്. അവരുടെ അഭിപ്രായത്തിൽ സനാതന സംസ്കാരം അല്ലെങ്കിൽ ഈ ദേവീ മഹാത്മ്യമൊക്കെ സയൻറ്റിഫിക് ടെമ്പർമെൻ്റ് ഇല്ലാത്ത ഒരു സാധനമാണ്. പുരാണ കെട്ടുകഥകളാണ്. ഏതോ കാലത്ത് ആരോ എഴുതിയ ഫിക്ഷൻ നോവലുകളിലേക്കാൾ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മളുടെ പുരാണങ്ങളിലൊക്കെ കാണുന്നത്. ഇതെന്തിനാണ് പഠിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ്. അത് എനിക്ക് നിങ്ങളോടുള്ള ചോദ്യമാണ്. എന്ത് കണ്ടിട്ടാണ് ഈ ദേവീ മഹാത്മ്യം അല്ല ഏതോ കാലഘട്ടത്തിൽ എവിടെയോ നടന്നിരുന്ന ഒരു കഥ നമ്മൾ എന്തിനാണ് വീണ്ടും 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 ഒരേ കാര്യം തന്നെ വായിക്കുകയും കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്?
അല്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇതൊക്കെ നമ്മളെ ഉള്ളിൽ ഉണ്ടാവേണ്ട ചോദ്യമാണ്. ഈ ദേവീമാഹാത്മ്യം പഠിക്കാൻ വരുന്നതിന് മുമ്പ് നമ്മളെ ഉള്ളിൽ ഇത്തരം ചോദ്യങ്ങൾ വരണം. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയാൽ മാത്രമേ ഇതുവരെ മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ നമ്പർ വൺ അന്ധവിശ്വാസികളായി പോകും. അന്ധവിശ്വാസം പഠിപ്പിക്കുന്ന കേന്ദ്രമല്ല ഇത്. അതിന് വേറെ ഒരുപാട് സംഘടനകൾ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളെ കാരണം നമ്മളെ ഉള്ളിൽ ചോദിക്കുന്ന പല ചോദ്യങ്ങൾ അല്ലെങ്കിൽ പല തരത്തിലുള്ള ചിന്തകൾ, ഒന്ന് രണ്ട് ഉദാഹരണം പറയാം. നമ്മളൊക്കെ കുടുങ്ങിപ്പോയ ചില മേഖലകൾ. അപ്പം പ്രാർത്ഥന എന്ന് പറയുന്ന സാധനം, ഈ പ്രാർത്ഥന സത്യസന്ധമായി പറയുകയാണെങ്കിൽ പ്രാർത്ഥന സനാതന സംസ്കാരത്തിൻ്റെ ഭാഗമല്ല. നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് സെമിറ്റിക് മതങ്ങളാണ്. ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണമേ എന്നൊക്കെ പറഞ്ഞത്. ഈ പ്രാർത്ഥന നടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. നമ്മളിപ്പം ഈ ദേവീ മഹാത്മ്യം പഠിച്ച് ദേവീനോട് പ്രാർത്ഥിച്ചിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ നേരെയാക്കി എടുക്കാൻ പറ്റും എന്നുള്ള ചിന്തയിലാണോ ഇതിൽ വന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് വൈകുന്നേരം തന്നെ ഇതിൻ്റെ പൈസ തിരിച്ച് വാങ്ങാവുന്നതാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പദ്ധതി സനാതന സംസ്കാരത്തിൻ്റെ ഭാഗമല്ല. ഇതൊക്കെ നമ്മളെ തെറ്റിദ്ധാരണകളാണ്. കാരണം പ്രാർത്ഥന ഫലിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അപകടം എന്നാണ് ഞാൻ പറയാം. കാരണം രാവിലെ തന്നെ ഡോക്ടർമാരെല്ലാവരും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുക, ഭഗവാന് നല്ല ബിസിനസ് ഉണ്ടാവണേ എന്നാണ്. അതിൻ്റെ അർത്ഥം നല്ല രോഗികൾ ഉണ്ടാവണേ എന്നാണ് അതിൻ്റെ വേറൊരു അർത്ഥം. അപ്പോൾ അയാളെ പ്രാർത്ഥന കേട്ടാൽ ലോകത്തിന് അപകടമാണ്. വക്കീലന്മാർ രാവിലെ തന്നെ പോയി പ്രാർത്ഥിക്കും നല്ല കേസ് ഉണ്ടാവണേ എന്നാണ്. 2-3 ബലാത്സംഗവും 3-4 കത്തിക്കുത്തും മാരക പ്രശ്നങ്ങളൊക്കെ ലോകത്തുണ്ടായാൽ മാത്രമേ അവരുടെ ബിസിനസ് നടക്കൂ. അതും ലോകത്തിന് നാശമാണ്. ഇനി ഏറ്റവും വലിയ ഈ ശാപ്പട്ടി കച്ചവടക്കാരൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുക നല്ല ബിസിനസ് ഉണ്ടാവണേന്നാ. അപ്പോൾ അയാൾക്ക് ബിസിനസ് ഉണ്ടായാലും നാടിന് പ്രശ്നം തന്നെയാണ്. തമ്മിൽ ഏറ്റവും ഭേദം കള്ളനാണ് എന്നാണ് ആരോ പറഞ്ഞത്. കാരണം കള്ളൻ രാവിലെ തന്നെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുക, ഭഗവാൻ എല്ലാവർക്കും നല്ല ഉറക്കം കിട്ടണേ, എല്ലാവർക്കും നല്ല സമ്പത്ത് ഉണ്ടാവണേന്നാ. തമ്മിൽ അയാളെ ഒരു പ്രാർത്ഥന മാത്രമേ നമുക്കൊക്കെ ഗുണമുള്ളൂ എന്നാണ് ഇവിടെ പറയാം. അപ്പോൾ നമ്മൾ പ്രാർത്ഥന കേട്ട് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കാശ് വാങ്ങിയിട്ട്, അപ്പം അങ്ങനെ കുറേ പരിപാടികൾ, വഴിപാട് എന്നൊക്കെ പറയുന്ന പരിപാടികളുണ്ട്. അതായത് എൻ്റെ മോളെ കല്യാണം ശരിയായാൽ ഗുരുവായൂരപ്പന് 500 റുപ്യേൻ്റെ പാൽപ്പായസം, മോക്ക് ഏതാണ്ട് 500 റുപ്യാണ് നമ്മൾ വില ഇട്ടത്. അപ്പോൾ ആ 500 റുപ്യേൻ്റെ പാൽപ്പായസം ഗുരുവായൂരപ്പന് കൊടുക്കാനാ. അതിൻ്റെ വേറൊരു അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഗുരുവായൂരപ്പനോട് പറയാണ്, നിനക്ക് 500 റുപ്യേൻ്റെ പാൽപ്പായസം വേണമെങ്കിൽ എൻ്റെ മോളെ കല്യാണം നടത്തി തന്നോന്നാ. ഈ ബ്രോക്കർ പണിയും കൂടി മൂപ്പരെടുക്കാൻ പോണേ ഇനിയിപ്പോൾ. ഈ ചങ്ങാതി പാൽപ്പായസം കുടിക്കാനില്ലാതെ ഒരു ഗതിയും പരഗതിയും ഇല്ലാണ്ട് നടക്കുകയാണല്ലോ. നിങ്ങളെ കല്യാണം നടത്തി തന്നിട്ട് 500 റുപ്യേൻ്റെ പാൽപ്പായസം കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ ചിന്തിച്ച് നോക്കുന്ന സമയത്ത് ഒരു വിവരക്കേടല്ലേ? ഇതൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങണ്ടേ? കാരണം ഇതൊക്കെയാണ് സനാതന സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്ന് കരുതി നമ്മൾ ചിന്തിക്കുന്നത്. ഇത് ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ 8ാം ക്ലാസ് പഠിക്കുന്ന മോള് നിങ്ങളോട് ചോദിക്കും. കാരണം 7ാം ക്ലാസ് വരെ പിള്ളേർ ചോദിക്കില്ല. കാരണം എന്താ വെച്ചാൽ അവർക്കൊരു അറ്റൻഷൻ സീക്കിംഗ് ഉണ്ട്. അതായത് അമ്മേനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ജീവിക്കുന്നവരാണ്. ഒരു 13-12 വയസ്സ് വരെ പിള്ളേരൊക്കെ. അത് കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ടൊരു വ്യക്തിത്വം വരും, അവർക്ക് ചിന്തിക്കാനുള്ള ശേഷി ഉണ്ടാവും. അന്ന് മുതൽ ഇവർ നേരെ തിരിയും. അതുവരെയുള്ള സ്വഭാവമൊക്കെ മാറ്റിയിട്ട് നമ്മളോട് കൈ ചൂണ്ടി ചോദിക്കാൻ തുടങ്ങും. ഇത് ചോദിക്കുമ്പം നമുക്ക് ഉത്തരമില്ലാത്തതുകൊണ്ട് നമുക്ക് ദേഷ്യം വരും. അവിടെയാണ് ആ ദേഷ്യത്തെയാണ് നമ്മൾ പറയുന്നത്. ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചാൽ തർക്കുത്തരം പറയാ, ഇത്തരം ചോദ്യങ്ങൾ കുരുത്തക്കേടുണ്ടാവും, ദേവകോപം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് അവരെ എങ്ങനെയെങ്കിലുമൊക്കെ ഒഴിവാക്കിയിട്ട് പിന്നെ ബോധമുള്ളവൻ ചിന്തിച്ചു, അല്ല ഇവർ പറയുന്നത് ശരിയാണല്ലോ, ഇതൊക്കെ എങ്ങനെയല്ലേ എന്ന് ചിന്തിക്കും. അത്തരത്തിലുള്ള വിശ്വാസങ്ങൾ സനാതന സംസ്കാരത്തിൻ്റെ തകർച്ചയാണ്. ഒരു പക്ഷേ ഒരു ദൃഷ്ടിയിൽ നോക്കുന്ന സമയത്ത് നമ്മളെ നാട്ടിൽ സനാതന സംസ്കാരം നന്നായി വളർന്ന് പന്തലിക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നും. കാരണം ധാരാളം ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, എല്ലാ സ്ഥലത്തും തിരക്ക് കൂടിയിട്ടുണ്ട്, ശബരിമല തിരക്ക് കൂടി അല്ലേ. പിന്നെ പൊങ്കാല, പണ്ട് ആറ്റുകാല് മാത്രം ഉണ്ടായിരുന്നു സാധനം, ആറ്റുകാൽ പൊങ്കാല എന്നിട്ട്. ഇന്ന് നാട് മുഴുവൻ പൊങ്കാലയാണ്. ഇപ്പോൾ ആറ്റുപാൽ പൊങ്കാലയ്ക്ക് തന്നെ ഇപ്പോൾ ആൾക്കാർ അടുപ്പ് കൂട്ടിയിട്ട് ഏതാണ്ട് ആലപ്പുഴ വരെ എത്തിയെന്നാണ് കേട്ടത്. റോഡുമ്പിൽ ഹൈവേയിൽ അത്രയും ആൾക്കാർ ഇപ്പോൾ അതിന് പോകുന്നുണ്ട് എന്നൊക്കെയാണ് കേട്ടത്. അപ്പോൾ അവിടേക്ക് ആൾക്കാരുടെ എണ്ണം അങ്ങനെ ധാരാളമായിട്ട് കൂടുന്നുണ്ട്. വിശ്വാസം ഒരുപാട് കൂടുന്നുണ്ട്, അല്ലെങ്കിൽ ഭക്തി ഒരുപാട് കൂടുന്നുണ്ട്. പക്ഷേ അത് ഭക്തിയാണ്. ഭക്തി കൊണ്ട് മാത്രം, അല്ലെങ്കിൽ സനാതന സംസ്കാരം ഭക്തിയിൽ കേന്ദ്രീകൃതമായ ഒരു സാധനമല്ല. അത് കുറച്ചും കൂടി ഡെപ്തുള്ളൊരു സാധനമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ പലത് ചെയ്തിട്ടും നമ്മൾക്ക് മാറ്റം ഉണ്ടാവുന്നില്ല. നമ്മൾ പലതരത്തിലുള്ള പ്രാർത്ഥന ചെയ്തിട്ടും ചിലതൊക്കെ നടക്കുന്നുണ്ട്, ചിലത് നടക്കുന്നില്ല. ചിലപ്പം ഈ ചില ആൾക്കാരെ സംബന്ധിച്ച് ഈ പ്രാർത്ഥനയും വിശ്വാസമായിട്ട് നടക്കുന്ന ആൾ ഒരു കാലത്തും ഗതി പിടിക്കുന്നത് കാണില്ല. ഇതൊന്നുമില്ലാതെ നടക്കുന്ന ആൾക്കാർ ഗംഭീരമായി ജീവിക്കുന്ന ചുറ്റിലും കാണാൻ പറ്റും. ഇതൊക്കെ കാണുമ്പോൾ ഒരു നല്ല മെസ്സേജ് അല്ല സമാജത്തിന് കിട്ടുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കി വെച്ച ധാരണകളിലെ പെശകാണ്.
അപ്പം ഇതൊക്കെ എങ്ങനെയാണെന്ന് പഠിച്ചെടുക്കുക അല്ലെങ്കിൽ നേരെയാവുക എന്ന് ചോദിച്ചാൽ ഭാരതത്തിലെ ഏത് ടെക്സ്റ്റും വേണ്ടതുപോലെ, ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് വേണ്ടതുപോലെ പഠിച്ചാൽ മതി. അതിൽ സനാതന സംസ്കാരമുണ്ട്, എന്താണ് നമ്മളുടെ ദേവതാ സങ്കല്പം എന്നൊക്കെ വളരെ കൃത്യമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം അത്തരത്തിലുള്ള ഒരുപാട് ചിന്തകൾ, അല്ലെങ്കിൽ ഒരു ഇൻ്റലക്ച്വൽ വാർ, പണ്ടൊക്കെ യുദ്ധം വാളുകൊണ്ടും തോക്കുകൊണ്ടും ബോംബ് കൊണ്ടും ഒക്കെ ആയിരുന്നെങ്കിൽ ആ കാലഘട്ടമൊക്കെ മാറി ഇപ്പോൾ ഒരു ഇൻ്റലക്ച്വൽ വാറാണ് നടക്കുന്നത്. ബുദ്ധിപരമായ കൺസെപ്റ്റുകളെ മാറ്റുന്ന തരത്തിൽ ആണ്. ആൾക്കാരെ കൊല്ലേണ്ട കാര്യമൊന്നുമില്ല. ഒരാളെ മാറ്റാൻ അയാളെ ചിന്താഗതി മാറ്റിയാൽ മതി. ഒരു രാജ്യത്തെ ഇല്ലാതാക്കാൻ ആ രാജ്യത്തുള്ള ആൾക്കാരുടെ ചിന്താഗതി മാറ്റിയാൽ മതി. ഒരു മതത്തെ ഇല്ലാതാക്കാൻ ആ മതത്തിലുള്ളവരുടെ ചിന്താഗതി ചെറുതായിട്ടൊന്ന് മാറ്റിയാൽ മതി. കുറച്ച് ചോദ്യങ്ങൾ അവരുടെ ഉള്ളിലിട്ട് കൊടുത്താൽ മതി എന്നുള്ളതാണ്. ഇതിൽ കുറേ പേര് നേരത്തെ കേട്ടവരാണ്, എന്നാലും പുതിയ ആൾക്കാരെ, കുറച്ച് ആൾക്കാരെ കാണുന്നതുകൊണ്ട് നേരത്തെ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്നും കൂടി അതിൻ്റെ ഒരു തീവ്രത മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഉദാഹരണം, ചെറിയൊരു ഉദാഹരണം പറഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കാനാണ്. ഒരിക്കലും വാട്സപ്പിൽ കണ്ട മനോഹരമായ ഒരു കഥ. ഒരച്ഛനും മോളും കൂടി അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഈ ചെറിയ മോള് അച്ഛനോട് ചോദിക്കുക, അച്ഛാ സിംഹം നമ്മളെ കടിക്കുമെന്ന്. അതായത് അമ്പലത്തിൻ്റെ ശ്രീകോവിലേക്ക് കയറുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ടാവും, സോപാനം എന്നാണ് പറയുക. സോപാനം വരിക ഒരു സിംഹത്തിൻ്റെ വയന്ന വരിക. അപ്പോൾ ആ സിംഹം നമ്മളെ കടിക്കുമെന്ന് വെച്ചപ്പോൾ അച്ഛൻ പറയാം, നീ എന്ത് വിവരക്കേടാ പറയുന്നത്, നിനക്ക് ഇത്രയും ബുദ്ധിയില്ലേ, അത് കരിങ്കല്ലിൻ്റെ പ്രതിമയല്ലേ, അതെങ്ങനെയാണ് നമ്മളെ കടിക്കാനാ? അപ്പോൾ മോള് ചോദിക്കേണ്ട, അച്ഛൻ അങ്ങനെയാണെങ്കിൽ അകത്തുള്ളതോ എന്നാണ്. കാരണം അകത്തുള്ളതും കരിങ്കല്ലിൻ്റെ പ്രതിമയല്ലേ. ഈ അകത്തുള്ള കരിങ്കല്ലിൻ്റെ പ്രതിമ നമ്മൾ അനുഗ്രഹിക്കും, നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ സിംഹം നമ്മളെ കടിക്കും നമ്മൾ വിശ്വസിക്കണം. ഇനി സിംഹം കടിക്കില്ലെങ്കിൽ ഇപ്പോൾ അകത്തുള്ള കല്ലെങ്ങനെയാണ് നമ്മൾ അനുഗ്രഹിക്കുക? ഒരു സ്ഥലത്ത് രണ്ട് നിലപാട് പാടില്ല എന്നാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ചോദ്യമാണ്. ഇതൊരു നല്ല ചോദ്യമല്ലേ? എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് ഇത്തരത്തിലുള്ള ധാരാളം ചിന്തകൾ വരുന്നൊരു തലമുറ നമ്മളോട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് നമുക്ക് ഉത്തരമില്ലാത്തതുകൊണ്ട് ഈ ഒരു തലമുറയും വരുന്ന ഒരു തലമുറയും തമ്മിൽ വലിയൊരു ഗ്യാപ്പുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് തന്നെ പറയാൻ പറ്റില്ല. കുട്ടികൾ അവർ ബുദ്ധിയുള്ളവരാണ്. അപ്പോൾ കുട്ടികളെ പലതരത്തിൽ ഇന്ന് തരംതിരിക്കൽ, ഈ ജെൻസി എന്ന് പറഞ്ഞിട്ടും 18 കിഡ്സ് എന്ന് പറഞ്ഞിട്ടും 19 കിഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ തരംതിരിവിൽ കുട്ടികളെ തിരിക്കുന്നതായിട്ട് ഇടക്കാലത്ത് ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാവില്ല. അതിലൊന്നും കാര്യമില്ല, ഒക്കെ നമ്മളെ പിള്ളേർ തന്നെയാണ്, നമ്മളെ കുട്ടികളാണ്. പക്ഷെ അവർക്ക് കുറച്ചുകൂടി തൻ്റെ ഇടമുണ്ട്. അവർ ഒരു പക്ഷേ ഇതിനെയൊക്കെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ തുടങ്ങിയാൽ നമ്മളെക്കാൾ നന്നായി സനാതന സംസ്കാരം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുള്ളവരാണ്. പക്ഷേ ഇപ്പോഴ് നമ്മളിലൂടെ അവരിലെത്തുന്ന ഒരു മെസ്സേജ് പലപ്പോഴും നല്ലതല്ല, പോസിറ്റീവല്ല. അത് വലിയൊരു അപകടമാണ്. അതുകൊണ്ട് കേവലം ഒരു യാഗം പഠിക്കുക, അല്ലെങ്കിൽ ഒരു യാഗം ചെയ്യാൻ വേണ്ടി ദേവീമഹാത്മ്യം പഠിക്കുക, അത് ചൊല്ലി പഠിക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മളെ ലക്ഷ്യം. അതിലൊക്കെ എത്രയോ വലുതാണ്. ദേവീമഹാത്മ്യത്തിലൂടെ സനാതന സംസ്കാരത്തെ പഠിക്കുക, അതിൻ്റെ കൂടെ ആർജവമുള്ള വ്യക്തിയായി തീരുക എന്നുള്ളതാണ്. അത് വേണ്ട രീതിയിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളെ ചിന്താഗതിയിലും നമ്മളെ തപസ്സിലൊക്കെ മാറ്റം വരും. പിന്നെ ഇത് ഒരു ഫിലോസഫിക്കലി മനസ്സിലാക്കിയാൽ പോരാ. കാരണം ഈ കഥകളൊക്കെ തെറ്റാണെന്നോ അല്ലെങ്കിൽ അതിന് ആവശ്യമില്ല എന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം ഇത് വളരെ അത്യാവശ്യമാണ്. കാരണം അനാദികാലമായി ഭാരത സംസ്കാരം അല്ലെ സനാതന സംസ്കാരം നിലനിൽക്കുന്നതിൻ്റെ കാരണം ഈ കഥകളും ഈ ദേവീ മഹാത്മ്യവും ഈ ആചരണങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. ലോകത്ത് ഭാരതം നേരിട്ട അത്രയും അക്രമങ്ങൾ ലോകത്ത് വേറെ ഒരു സംസ്കാരം നേരിട്ടിട്ടില്ല. അത്രയധികം വലിയ ആക്രമണങ്ങൾ നമ്മൾ നേരിട്ടിട്ടുണ്ട്. അനവധി കാലം നമ്മൾ മുഗളന്മാരുടെ കീഴിൽ ഭാരതം നിലനിന്നിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായി നമ്മുടെ നാട്ടിലെ ആൾക്കാരെ മതം മാറ്റാനോ ഈ സംസ്കാരത്തെ നശിപ്പിക്കാനോ സാധിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ സംസ്കാരം നിലനിന്നിരുന്നത് കഥകളിലും ആചരണങ്ങളിലുമായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. നമ്മൾ ആചരണങ്ങൾ കൈമാറി വന്നിരുന്നു, കഥകൾ കൈമാറിയിരുന്നു. ഈ രണ്ട് സാധനങ്ങൾ മാത്രമേ ലോകത്ത് കൈമാറ്റം ചെയ്യപ്പെടൂ. കഥകൾ കഥ എല്ലാവർക്കും കേൾക്കാൻ ഇഷ്ടമായതുകൊണ്ട് കഥ നമ്മൾ കൈമാറിപ്പോകും. അതുകൊണ്ട് മഹാഭാരതവും രാമായണമൊക്കെ നമ്മൾ കൈമാറിയിട്ടുണ്ട്. പക്ഷേ ഈ ക്ലാസ് കേൾക്കുന്ന ഒറ്റയാക്കിപ്പം ഋഗ്വേദത്തിൽ എന്തൊക്കെയാണ് പറയണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയില്ല, എനിക്കും അറിയില്ല. സാമവേദത്തിൽ എന്താ പറയണമെന്ന് വെച്ചാൽ നിങ്ങൾക്കും അറിയില്ല, എനിക്കും അറിയില്ല. അതെന്താ? ഇതൊന്നും കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടില്ല, അത് കഥയല്ലായിരുന്നു. പിന്നെ ഉത്തരപ്രത്യുത്തരങ്ങളായിട്ട് വന്ന ഉപനിഷത്തുക്കൾ കുറേയൊക്കെ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ട്, എന്നാലും നമ്മൾ അത്ര ഫെമിലിയർ അല്ല. എന്നാൽ മഹാഭാരതത്തിലെയും രാമായണത്തിലെയും കഥ വെച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം. കൃഷ്ണൻ്റെ കഥകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അതെന്തുകൊണ്ടാണ്? കഥകൾ കേൾക്കാൻ ഇഷ്ടമാണ്, കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ കഥയിൽ നിന്നും നമ്മൾക്ക് ആവശ്യമുള്ള കാര്യത്തെ അതിൽ നിന്ന് ആ കഥ എന്തിനാണ് കൈമാറ്റം ചെയ്തത്? ഭാരതം ഫിലോസഫിയെ ഒളിപ്പിച്ചു വെച്ചത് കഥകളിലാണ്. ഭാരതം ഫിലോസഫിയെ ഒളിപ്പിച്ചു വെച്ചത് ആചാരാനുഷ്ഠാനങ്ങളിലാണ്.
ഇത് രണ്ടും മാത്രം കൈമാറ്റം ചെയ്യപ്പെടുമ്പം ഓട്ടോമാറ്റിക്കലി ഈ ഫിലോസഫി കൈമാറി വന്നിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആ ഫിലോസഫിയെ അവിടുന്ന് വേർതിരിച്ചെടുക്കാൻ നമുക്ക് പറ്റിയില്ല. നമ്മൾ ആ കഥകളിലും ആ ആ, ചടങ്ങുകളിലും കുടുങ്ങിപ്പോയപ്പം നമുക്ക് ഫിലോസഫി അറിയാതെ നമ്മൾ ചെയ്യുന്ന എല്ലാ ആചരണവും വളരെ പെട്ടെന്ന് അനാചരണങ്ങളായി മാറും. ഇതെന്തിനാ ചെയ്യണമെന്ന് നമുക്കും അറിയില്ല, കാണുന്ന ആൾക്കും അറിയില്ല, ചെയ്യുന്ന ആൾക്കും അറിയില്ല. അതിൽ പെട്ടുപോയി നമ്മൾ, അല്ലെ അതിൽ കുടുങ്ങിപ്പോയി. അതിൽ കുടുങ്ങിയെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഒന്നും സ്വാതന്ത്ര്യമില്ലാതായിപ്പോയി. ഫിലോസഫി പഠിച്ചാൽ ചെയ്യാനും ചെയ്യാതിരിക്കാനും മാറ്റി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ഈ ഒരു പ്രവർത്തനമാണ് കഴിഞ്ഞ ഫിലോസഫി ബേസ് ചെയ്തുകൊണ്ട് കഥകളെയും ആചാരാനുഷ്ഠാനങ്ങളെയൊക്കെ പഠിക്കുക, പ്രചരിപ്പിക്കുക എന്നുള്ളൊരു പ്രവർത്തനമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഭാരതീയ ധർമ്മപ്രചാര സഭയിലെ പ്രവർത്തകരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ വലിയൊരു തരത്തിൽ നമ്മളുടെ എല്ലാ ക്ലാസ്സുകളൊക്കെ തഥാഗത ഓർഗനൈസ് ചെയ്യുകയും ഇതുപോലെ നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഉദ്ദേശം നമ്മൾ ഇതിനെക്കുറിച്ച് ബോധമുള്ളവരായി തീരുക, അടുത്ത തലമുറയ്ക്ക് വളരെ കൃത്യമായി ഇത്തരം ആശയങ്ങളെ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പം അതിനു വേണ്ടി നമ്മൾ ധാരാളം ക്ലാസ്സുകൾ നടത്താറുണ്ട്. അതിൽ ഏറ്റവും മനോഹരമായ അല്ലെങ്കിൽ ഏറ്റവും അധികം ഫിലോസഫിയെ മനോഹരമായി ഒളിപ്പിച്ച് വെച്ച ഒരു ടെക്സ്റ്റാണ് ദേവി മഹാത്മ്യം. നമ്മളെ സംബന്ധിച്ചൊരു പുതിയ ടെക്സ്റ്റ് അല്ല ദേവി മഹാത്മ്യം. നമ്മളെയൊക്കെ വീടുകളിൽ പണ്ട് കാലം 10-50 കൊല്ലം മുമ്പ് വരെ എല്ലാ വീടുകളിലും ദേവി മഹാത്മ്യം ഉണ്ടായിരുന്നു. നമ്മളെ അഷ്ടമംഗല്യം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ഒരു കല്യാണത്തിനൊക്കെ മുമ്പിൽ പിടിക്കുന്ന സാധനമുണ്ട്. ഇപ്പം അതിലൂടെ അഷ്ടമംഗല്യം എന്ന് പറഞ്ഞാൽ ഈ പൂജാ സ്റ്റോറിന്ന് ഈ പൂജാപാത്രങ്ങൾ ഒരു മിനിയേച്ചർ ഫോം കിട്ടും. അതിനെയാണ് അഷ്ടമംഗല്യം എന്ന് പറഞ്ഞാൽ. അതിന് അഷ്ടമംഗല്യം എന്നല്ല, ഞങ്ങൾ അതിനെ കഷ്ടമംഗല്യം എന്നാണ് വിളിക്കൽ. അതല്ല അഷ്ടമംഗല്യം. അഷ്ടമംഗല്യം എന്ന് പറഞ്ഞാൽ താലത്തിൻ്റെ അകത്ത് ഗ്രന്ഥവും അതിൻ്റെ അകത്ത് വെറ്റില അടക്കുകയും അതിൽ വാൽക്കണ്ണാടിയും ചെപ്പൊക്കെയാണ്. അതിന് ഓരോന്നിനും ഓരോ വലിയ ഉദ്ദേശങ്ങളുണ്ട്. അതിൽ ഗ്രന്ഥം എന്ന് പറഞ്ഞ് നമ്മൾ വെച്ചിരുന്നത് ദേവി മഹാത്മ്യമാണ്. നമ്മളെല്ലാ വീടുകളിലും മുത്തശ്ശിമാർ ദേവി മഹാത്മ്യം ചൊല്ലുന്നവരായിരുന്നു, അറിയുന്നവരായിരുന്നു. ഇടക്കാലത്ത് എന്തൊക്കെയോ കാരണങ്ങളെ കൊണ്ട് നമുക്ക് ദേവി നമ്മളെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പുതിയതല്ല, നമ്മളെ ഉള്ളിൽ നമ്മളെ ബ്ലഡിൽ ഈ സാധനമുണ്ട്. അറിഞ്ഞോ അറിയാതെയോ ദേവി മഹാത്മ്യത്തിലെ പല ഭാഗങ്ങളും നമ്മൾ നിത്യവും ചൊല്ലാറുമുണ്ട്. അതിനെ തിരിച്ച് ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി, അപ്പോൾ നമുക്കത് ചൊല്ലാൻ പറ്റും. അപ്പം അത് കൃത്യമായി പഠിക്കുക, അതിൻ്റെ ഫിലോസഫി ബേസ് ചെയ്ത് പഠിക്കുക. ഞാൻ ഫിലോസഫി നിത്യമായിരിക്കും നിങ്ങളെ ഇത് ചൊല്ലാൻ പഠിപ്പിക്കുന്നത്. അതിൻ്റെ സാമാന്യ അർത്ഥവും ചൊല്ലാൻ പഠിപ്പിക്കുന്നതും ചൊല്ലി പഠിപ്പിക്കുന്നതൊക്കെ ഒരു സംവിധാനമുണ്ട്. നിത്യമാണ്, വളരെ മനോഹരമായിട്ട് നിത്യം അത് ചൊല്ലി നിങ്ങളെ പഠിപ്പിക്കും. പക്ഷേ അതിനകത്തുള്ള ഫിലോസഫി, അതിമനോഹരമായ ഫിലോസഫി ദേവി മഹാത്മ്യത്തിലുണ്ട്. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ നമ്മളെ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങൾ. അപ്പം നമുക്ക് മനസ്സിലാവും അനാദികാലം മുമ്പ് നടന്ന ഒരു കഥ, അല്ലെങ്കിൽ ഒരു അസുരനെ ഒരു ദേവി കൊന്ന ശൂലം കൊണ്ട് നെഞ്ച് കുത്തി കീറി പുലർന്ന ഒരു കഥയല്ല പറയുന്നത്. ദേവി ആരാണ്, ഇതിൽ ഓരോ കഥാപാത്രങ്ങളും ആരാണ്, ഈ കഥാപാത്രങ്ങളൊക്കെ നമ്മൾ തന്നെയാണ്, അല്ലെ നമ്മളെ ഉള്ളിലുള്ള ചിന്തകളാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദേവി മഹാത്മ്യത്തിൻ്റെ പശ്ചാത്തലം തന്നെ അതാണ്. രണ്ട് പേര് ജീവിതത്തിൽ, സുരധനും സമാധിയും എന്ന് പറയുന്ന രണ്ട് പേര്. സുരധനും സമാധി ആരാന്നൊക്കെ നമുക്ക് പിന്നീട് ക്ലാസ് പഠിക്കാം. സുരഥൻ എന്ന് പറഞ്ഞാൽ ശരിയായ രീതിയിൽ രഥങ്ങളെ നിയന്ത്രിക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ എല്ലാ ഇന്ദ്രിയങ്ങളുടെ മുകളിലും സ്വാതന്ത്ര്യമുള്ള ആളായിരുന്നു. അയാൾക്ക് എപ്പോഴോ അയാൾ പരാജയപ്പെട്ടു, അല്ലെ പരാജയ ബോധം ഉണ്ടായി. അതോടുകൂടി അയാൾക്കുണ്ടായ അപകടങ്ങൾ, അതുപോലെ സമാധി, ശരിയായ ബുദ്ധിയുള്ള ആൾ, സമമായ ബുദ്ധിയുള്ള ആളായിരുന്നു സമാധി. അയാളുടെ സമാധിസ്ഥം നഷ്ടപ്പെട്ടു പോയി. അയാൾ സ്കെയിൽ വെച്ച് ഇത് നല്ലത്, ഇത് ചീത്ത, ഇയാൾ നല്ലയാൾ, ഇത് മോശം എന്നൊക്കെയുള്ള സ്കെയിൽ അയാൾക്ക് വന്നപ്പം അയാളും ജീവിതത്തിൽ താറുമാറായി. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ജീവിതത്തിൽ നിന്നാണ് ഒളിച്ചോടുകയാണ്. നമ്മളൊക്കെ ചെയ്യുന്ന അതേ പണിയാണ്. പ്രശ്നം വരുമ്പോൾ ഒളിച്ചോടുക. അങ്ങനെ ഇവരെ ഒളിച്ചോടി പോയത് ഒരു സുമേധസ് എന്ന് പറയുന്ന ഒരു വലിയ ഋഷീൻ്റെ അടുത്താണ്. സുമേധസ് എന്ന് പറഞ്ഞാൽ പ്രചോദിതമായ ബുദ്ധിയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്ന് നമുക്ക് അറിയാത്ത സമയത്ത് നമ്മുടെ ഉള്ളിൽ വരുന്നൊരു ബുദ്ധിയാണ് പ്രചോദിതമായ ഹയർ കോൺഷ്യസ്നെസ് നമ്മുടെ മലയാളത്തിൽ പറയും. ആണോ? ഇംഗ്ലീഷിലെ പറയല്ലേ? സാറില്ല, എന്നാലും അങ്ങനെ പറയാം നമുക്ക്. ഹയർ കോൺഷ്യസ്നെസ് ആണ് ഈ സമാധി അല്ലെങ്കിൽ സുമേധസ് എന്ന് പറയുന്നത്. ആ സുമേധസ് ഇവരോട് ഒന്നും പറയുന്നില്ല, അവർക്കൊരു കഥ പറഞ്ഞു കൊടുക്കുക. ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞുതരാം എന്ന് പറഞ്ഞ് ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അത് രണ്ട് പേരുടെ കഥയാണ്. അവിടെ മധു കൈടബൻ എന്ന് പറയുന്ന ഒരാളുടെ രണ്ട് പേരുടെ കഥയാണ് പറഞ്ഞത്. മധുവും കൈടബനും വലിയ രാക്ഷസന്മാരാണ്. ഇവർ സർവത്ര കുഴപ്പമൊക്കെ ഉണ്ടാക്കി അവസാനം ദേവി മധുവിനെയും കൈടബനെയും കൊല്ലുന്നതാണ് 1-ാമത്തെ അധ്യായത്തിലെ കഥ.
എന്തുകൊണ്ടാണ് ഈ മധു അല്ലെങ്കിൽ കൈടബൻ എന്നൊക്കെ പേരിട്ട് എന്നൊക്കെ ചോദിച്ചാൽ അതിനൊക്കെ വളരെ മനോഹരമായി ഒളിച്ചിരിക്കുന്ന ഫിലോസഫി. മധു എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, നമുക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് മധു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുകയാണ് നമ്മളെ ഭാര്യനെയാണ് മക്കളാണെന്നൊക്കെ നമ്മൾ വെറുതെ പറയാം. സത്യസന്ധമായി പറയുകയാണെങ്കിൽ നമുക്ക് ലോകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്, എനിക്ക് ലോകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരേ ഒരാൾ ഞാൻ മാത്രമാണ്. കാരണം എൻ്റെ സുഖത്തിന് വേണ്ടിയാണ് ഞാൻ ലോകത്ത് ബാക്കി എല്ലാത്തിനും ശ്രദ്ധിക്കുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാനാണ്. അപ്പോൾ മധു എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിലെ ഞാൻ എന്ന വലിയ ബോധമാണ്, അല്ലെ എൻ്റെ സുപ്യൂരിറ്റി കോംപ്ലക്സ് ആണ്. കീടവൻ അല്ലെങ്കിൽ കീടം എന്ന് പറഞ്ഞാൽ ചെറുത്, ഏറ്റവും ചെറുതാണ് കീടം. എന്തൊരു കീടാണെന്നൊക്കെ പറയില്ല നമ്മൾ. അപ്പം ഞാൻ ചെറുതാണ്, ഞാൻ മോശക്കാരനാണ്, എനിക്ക് ഒന്നും സാധിക്കില്ല, എനിക്ക് എന്തൊക്കെയോ കുറവുകളുണ്ട് എന്നുള്ള നമ്മളെ ചിന്തയാണ് കൈടവൻ. മധുവും കൈടവനും നമ്മളെ ഉള്ളിൽ രണ്ട് മനോനിലകളാണ്. ഈ രണ്ട് ആസുരന്മാരാണ് നമ്മുടെ ജീവിതത്തിലെ സർവ്വ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്. നിങ്ങളെ ജീവിതത്തിൽ എന്ന് വരേണ്ടായ ഏതു പ്രശ്നത്തിൻ്റെയും സോഴ്സ് അന്വേഷിച്ച് പോയാൽ അത് ഒന്നൂക്കിൽ നിങ്ങളെ സുപ്യൂരിറ്റി കോംപ്ലക്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് ആയിരിക്കും. ഇതല്ലാതെ ഒരു പ്രശ്നം ലോകത്ത് ഉണ്ടാവുന്നില്ല. ഇതിനെങ്ങനെയാണ് പരിഹരിക്കേണ്ടത്? അതിന് ധാരാളം കഥകൾ, ഉപകഥകളായിട്ട് പറയുന്നുണ്ട്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നു, നമ്മൾ അറ്റാച്ച്മെൻറ്റും എൻറ്റാങ്കിൾമെൻറ്റും, നമുക്ക് ആൾക്കാരോടുള്ള അറ്റാച്ച്മെൻറ്റ് നമുക്ക് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ. അങ്ങനെ ഇതിനെയൊക്കെ ഓരോ കഥാപാത്രങ്ങളായി ആ എല്ലാ അധ്യായത്തിലും ദേവി പ്രത്യക്ഷപ്പെട്ട് മധുവിനെയും കൈടബനെയും തല വെട്ടിക്കൊല്ലുകയാണ്. തല വെട്ടുക എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തെയാണ് ഇല്ലാതാക്കുന്നത്. ഇതുപോലെ മഹിഷാസുരൻ എന്ന് പറയുന്നത്, ഇതൊക്കെ നമ്മളെ ജീവിതവുമായി വളരെയധികം ചേർന്ന് നിൽക്കുന്ന, നമ്മളെ ഉള്ളിൽ സമഗ്രമായ മാറ്റം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് പ്രാർത്ഥനയുടെ ഒരു കഥയല്ല പറയുന്നത്. സ്വയം എംപവേർഡ് ആവാനുള്ള, സ്വയം എംപവേർഡ് ആവാൻ മറ്റൊരാളെ എംപവർ ചെയ്യാനാണ് ദേവി മഹാത്മ്യം. സ്വയം ദേവിയായി മാറുക, അല്ലെങ്കിൽ അതിലൂടെ മാത്രം നമ്മൾ വലുതാവുന്നതിലൂടെ മാത്രമേ നമ്മൾക്ക് പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ സാധിക്കൂ, അല്ലെങ്കിൽ പ്രശ്നങ്ങളെ മുകളിൽ കൂടി സഞ്ചരിക്കാൻ സാധിക്കൂ എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് ദേവി മഹാത്മ്യത്തിലെ ഓരോ കഥകളും ഓരോ അധ്യായവും. ആ രീതിയിൽ നമ്മളത് പഠിക്കുക. അപ്പം അതിനെന്താണ് ചെയ്യേണ്ടത്? ഇത് കഥ മനസ്സിലാക്കിയാൽ മാത്രം മതിയോ? പോരാ. അതിന് കൃത്യമായ മന്ത്രജപം വേണം. ഈ മന്ത്രത്തെ എന്ത് ചെയ്യും? വലിയ വലിയ മന്ത്രങ്ങളെ രസകരമായി അടുക്കി പെറുക്കി വെച്ചതാണ് ഓരോ ശ്ലോകങ്ങളും. നിങ്ങളൊരു ശ്ലോകം ചൊല്ലുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട 5-10 മന്ത്രങ്ങൾ അതിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ മന്ത്രങ്ങൾ ചൊല്ലിയ ഫലം നമ്മളെ ഉള്ളിൽ തന്നെ ബോധം വികസിക്കാൻ തുടങ്ങും. ദേവി മഹാത്മ്യം ചൊല്ലാൻ തുടങ്ങുന്ന ഒരാളല്ല അത് ചൊല്ലി തീരുമ്പോൾ, അറിഞ്ഞ് വേണ്ടതുപോലെ ചൊല്ലുകയാണെങ്കിൽ. അത് എവിടെയോ മേഘത്തിൻ്റെ അപ്പുറത്ത് ഒളിച്ചിരിക്കുന്ന ഒരു ദേവതയെ മണിയടിച്ച് അതിനോട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ കാര്യം നേടിയെടുക്കുന്ന ഒരു പദ്ധതിയല്ല. എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ദേവതാ ചൈതന്യത്തെ ഉണർത്തി ശാക്തീകരിച്ച് ഞാൻ സ്വയം ദേവിയായി മാറുന്ന, അല്ലെങ്കിൽ ആ മാനിഫെസ്റ്റേഷൻ്റെ പവർ എനിക്ക് തരുന്ന ഒരു പദ്ധതിയാണ് ദേവി മഹാത്മ്യത്തിലെ പൂജാ പദ്ധതികളും അതിൻ്റെ ഉപാസനാ പദ്ധതികളും യാഗ പദ്ധതികളും. അതിനൊളിപ്പിച്ച് വെച്ചത് കഥകളിലൂടെയാണ് എന്ന് മാത്രം. ഇങ്ങനെ മനോഹരമായി ഈ പദ്ധതിയെ പഠിക്കുക, ആ കഥകൾ പഠിക്കുക. കഥകൾ കേൾക്കാൻ ഇഷ്ടമായതുകൊണ്ട് നമ്മൾ കേൾക്കും. ആ ശ്ലോകങ്ങൾ പഠിക്കുക, അത് ചൊല്ലി പഠിക്കുക. അത് ചൊല്ലുന്ന സമയത്ത് നമ്മളെ ഉള്ളിൽ വലിയ മാറ്റം ഉണ്ടാവും. ആ ഒരു പദ്ധതി പഠിക്കുക. ഇതിലൂടെ സനാതന സംസ്കാരത്തെ കൃത്യമായി പഠിക്കുക. അടുത്തൊരു തലമുറയിലേക്ക് നമ്മൾ കൈമാറേണ്ടത്, കുട്ടികളെ വിളിച്ച് നിർബന്ധിച്ച് ക്ലാസ്സിലിരുത്തിയിട്ടല്ല സനാതന സംസ്കാരം പഠിപ്പിക്കേണ്ടത്. നമ്മൾ ജീവിതത്തിൽ ചെയ്ത് കാണിച്ചാണ് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. കാരണം നമ്മളൊക്കെ ഏയ്പ്പാണ്, നമ്മൾ കോപ്പി ചെയ്യുന്നവരാണ്. നമ്മളെന്താണോ ചെയ്യുന്നത് അതാണ് കുട്ടികൾ കോപ്പി ചെയ്യുക. നമ്മളെ അച്ഛനും അമ്മയും ചെയ്യുന്നതാണ് നമ്മൾ കോപ്പി ചെയ്തത്. നമ്മൾ ബുദ്ധി ഉറയ്ക്കുന്നതിന് മുമ്പേ നമ്മൾ തുടങ്ങിയ പണിയാണ് ആൾക്കാർ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ മാതൃകയാവുക എന്നുള്ളത് മാത്രമേ ഇതിൻ്റെ അകത്ത് ഒരു സൊല്യൂഷൻ ഉള്ളൂ. അപ്പം അതിന് കുറച്ച് പേര് തയ്യാറായാൽ മതി. ലോകം മുഴുവൻ നന്നാവണം എന്നൊന്നും അഭിപ്രായമില്ല. കുറച്ച് പേര് ഇതുപോലെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയാൽ അത് ലോകത്ത് വലിയ മാറ്റം ഉണ്ടാവും. കാരണം ചുരുങ്ങിയ കാലം കൊണ്ട്, അല്ലെങ്കിൽ 4-5 കൊല്ലം കൊണ്ട് ഈ ഒരു മാറ്റം നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എവിടെയാണെങ്കിലും ചൊല്ലുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന മാറ്റം, അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അവരുടെ കാഴ്ചപ്പാടിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അവർ പ്രശ്നങ്ങളെയും ജീവിതത്തെ നോക്കിക്കാണുന്ന രീതിയിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അത് അവരുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലാതെ ഒരു ദേവത പ്രത്യക്ഷപ്പെട്ടിട്ട് നിങ്ങൾ ചോദിക്കുന്നത് മുഴുവൻ തരുന്ന ഒരു കാര്യമല്ല സാധന എന്ന് പറയുന്നത്. അത് നമ്മളെ ഉള്ളിലുണ്ടാക്കുന്ന മാറ്റം വളരെ വലുതാണ്. നമ്മളുടെ കാഴ്ചപ്പാടിനെ, നമ്മളെ ചിന്താരീതികളെ, നമ്മളെ ബോധത്തെ ഒക്കെ വളരെ ആഴത്തിൽ സ്വാധീനിക്കുന്നതാണ് ദേവി മഹാത്മ്യം. ഏത് പ്രശ്നവും നമുക്ക് ദേവി മഹാത്മ്യത്തിലൂടെ പരിഹരിക്കാൻ പറ്റും.
അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് സംഭവിക്കും. അത് പറയാൻ കാരണം, ഞാൻ പണ്ട് ഗുരുനാഥൻ്റെ അടുത്ത് പഠിക്കുന്ന സമയത്ത് ചില ആൾക്കാർ വലിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരും. ആ, ഗുരുനാഥൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, കടാണ്, ആത്മഹത്യേൻ്റെ പക്കത്താണ്, ഒരു രക്ഷയില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. സത്യത്തിൽ നമ്മൾ വിചാരിക്കും, ഇയാളോട് എന്ത് പറയാനാ, ഇതിന് പരിഹാരമുണ്ടോ, ഇതിന് പരിഹാരമില്ല എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അപ്പോഴ് ഗുരുനാഥൻ അവരോട് പറയാ, ഒരു കാര്യം ചെയ്യൂ, ദേവി മഹാത്മ്യത്തിലെ ഇത്രാമത്തെ അധ്യായം തുടർച്ചയായിട്ടൊരു 21 ദിവസം വായിക്കും, അല്ലെങ്കിൽ 41 ദിവസം വായിക്കും, അല്ലെങ്കിൽ ഒരാഴ്ച ചെല്ലും, എന്നിട്ട് വരാൻ പറയും. അപ്പം ഞാൻ അന്ന് വിചാരിച്ചത് ഇവരെ ഒഴിവാക്കാൻ വേറൊരു വഴിയും കാണാനായിട്ട് ഈ മനുഷ്യൻ ഇത് പറഞ്ഞു കൊടുക്കാനാണ്. അങ്ങനെ അയാളത് കേട്ട് പോവുകയും ചെയ്യും, അയാൾ 21 ദിവസം ജപിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഈ പ്രശ്നമൊക്കെ സോൾവ് ചെയ്തെന്ന് വന്ന് പറയുകയും ചെയ്യും. അവിടെയാണ് ഇത് ചില്ലറ സാധനം അല്ലല്ലോ എന്ന് തോന്നിയത്. അവിടെ ഇത് ചൊല്ലുന്ന ആൾക്കാരിൽ വലിയ മാറ്റം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയാണ് ഇത് ചൊല്ലുമ്പോൾ എങ്ങനെയാണ് ഈ മാറ്റം ഉണ്ടാകുന്നത്? ഇത് ഇവരാരും ഫിലോസഫി പഠിച്ചിട്ടല്ലല്ലോ ഈ മാറ്റം അവരിലുണ്ടായത്. ഞാൻ ആർക്കും ക്ലാസ് എടുത്തിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഇവർക്ക് മാറ്റം ഉണ്ടാകുന്നത്? ഫിലോസഫി കേട്ടാൽ മാത്രമേ മാറ്റം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ, ഇത് ചൊല്ലാൻ തുടങ്ങുമ്പം അതിൽ അക്ഷരങ്ങൾ, മന്ത്രങ്ങൾ നമ്മളെ ഉള്ളിൽ പ്രവർത്തിക്കുകയും നമ്മളെ ബോധത്തെ വളരെയധികം ഉയർത്തുകയും ആ ലോകത്തിലെ ഏത് പ്രശ്നത്തെയും പരിഹരിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മളെ ഉയർത്തുകയും ചെയ്യും. ഈ ലോകത്തിലെ നിങ്ങളെ പ്രശ്നം പരിഹരിക്കാൻ ലോകത്ത് ഒരാൾക്കും സാധിക്കില്ല, നിങ്ങൾക്ക് മാത്രമേ സാധിക്കൂ. അത് നമ്മളുടെ ബോധത്തിൻ്റെ ഉയർച്ചയിലൂടെയാണ് സാധിക്കുക. അതുകൊണ്ട് ഭാരതത്തിലെ എല്ലാ ഉപാസനാ പദ്ധതികളും സ്വന്തം ബോധത്തെ ഉയർത്താനുണ്ടായതാണ്. വ്യക്തിത്വ വികാസം ആണ്, അല്ലെങ്കിൽ ബോധവികാസമാണ് സാധനയിലൂടെ, ഉപാസനയിലൂടെ സംഭവിക്കുന്നത്. അല്ലാതെ പ്രാർത്ഥിച്ചിട്ട് ദേവി നമ്മളെ പ്രാർത്ഥന കേട്ടിട്ട് ദാക്ഷായണി 3 പ്രാവശ്യം ചൊല്ലിയിട്ടുണ്ട്, അതിന് അനുഗ്രഹം കൊടുത്തേക്കാം, നാരായണ ചൊല്ലിയിൽ 3 തെറ്റ് വന്നിട്ടുണ്ട്, പോകുമ്പോൾ വണ്ടീൻ്റെ ടയറിലെ കാറ്റ് വെച്ച് വിട്ടേക്കാം എന്ന് തീരുമാനിക്കില്ല. അങ്ങനെ വണ്ടിയിലെ ടയറിലെ കാറ്റ് വെച്ച് വിടാനുള്ള ദേവതയ്ക്ക് വഴി അഖണ്ഡ കോടി ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിച്ച് നിലനിർത്തി നശിപ്പിക്കുന്ന, അതും കണ്ണടച്ച് തുറക്കുന്ന സമയത്ത് ഇതൊക്കെ ചെയ്യുന്ന ദേവിക്ക് നിങ്ങളെ വീട്ടിലെ നാളികേരത്തിൻ്റെ മുകളിൽ നിന്ന് നാളികേരങ്ങളെ കറക്റ്റ് വണ്ടീൻ്റെ ഗ്ലാസിൻ്റെ മുകളിൽ വീണ് പൊട്ടിക്കലല്ലല്ലോ പണി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചൊറിയും ചരങ്ങും ഉണ്ടാക്കി തരലല്ലോ ദേവീൻ്റെ പണി. ദേവീനെ സ്തുതിക്കുന്ന ആൾക്കാർക്ക് കുറേ ഗുണമായി വാരിക്കോരി കൊടുക്കുക, ദേവീനെതിരെ പോസ്റ്റ് ഇടുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക. അങ്ങനെ ഇത് രാഷ്ട്രീയ പാർട്ടി നേതാവൊന്നും അല്ലല്ലോ. ഇത് സർവ്വപ്രപഞ്ചത്തിൻ്റെ മാതാവായ എല്ലാ ദുഷ്ടനെയും ശിഷ്ടനെയും ഒക്കെ ഉണ്ടാക്കിയ ദേവിയല്ലേ. അവർക്ക് എല്ലാവരോടും ഒരേപോലെയല്ലേ ഉണ്ടാവുക. അല്ലാണ്ട് ഈ പൂജിക്കുന്ന ആൾക്കാർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന സ്വഭാവമൊന്നും ദേവിക്ക് ഉണ്ടാവില്ലല്ലോ. അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള ചിന്തകളൊക്കെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ ശരിയല്ല, സനാതന സംസ്കാരത്തിൻ്റെ ഭാഗമല്ല. നമ്മൾ സനാതന സംസ്കാരത്തെ ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ മാറാൻ നമ്മളെ സഹായിക്കുന്നതാണ് ദേവി മഹാത്മ്യ പഠനം. അപ്പോൾ എന്തായാലും ഈ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വലിയൊരു രസകരമായ യാത്രയാണ്. നമ്മളെ സഹായിക്കാൻ വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. കാരണം നമ്മൾ ചൊല്ലുന്ന സമയത്ത് തെറ്റിപ്പോയതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. തെറ്റിയാൽ മാത്രമേ ഇത് ശരിയാവും. ഇനി തെറ്റിപ്പോയി ചൊല്ലിപ്പോയാൽ വലിയ എന്താ അപകടം ഉണ്ടാവുമോ എന്നൊന്നും വിചാരിക്കേണ്ട. അങ്ങനത്തെ ചിന്തകളൊക്കെയാണ് നമ്മളെ ഉള്ളിൽ. പലപ്പോഴും അങ്ങനെയാണ്, ചെയ്ത് തെറ്റിപ്പോകുമെന്ന് വിചാരിച്ച് ചെയ്യാത്ത ആൾക്കാർ നമ്മളൊക്കെ. കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പോയ സമയത്ത് അവിടെ സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തില്ല. അപ്പോൾ ആരും കൊളുത്തില്ല, എന്നാലും നാട്ടിൻപുറത്തൊക്കെ ഇറക്കി കാണുന്നത്. അപ്പോൾ ഞാൻ അവരോട് വെച്ച്, നിങ്ങളെന്താ രാത്രി സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്താത്ത, ബാക്കി എല്ലാ വീട്ടിലും വിളക്ക് കൊളുത്തുന്നുണ്ടല്ലോ എന്നാ. അപ്പോൾ അവരോട് പറഞ്ഞ കാര്യം എനിക്ക് എന്നെ ഭയങ്കര ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. അവർ പറഞ്ഞത്, നമ്മൾ ഈ വിളക്ക് ദിവസവും വെച്ച് തുടങ്ങിയിട്ടേ എന്നെങ്കിലും ഒരു ദിവസം നമുക്ക് ഈ വിളക്ക് വെക്കാൻ പറ്റിയിട്ടില്ല എന്ന് വിചാരിക്കാം, അതൊരു ദോഷാവില്ലേ, അതൊരു വലിയ വിഷമാവില്ലേ. അതുകൊണ്ട് ജീവിതകാലം മുഴുവൻ വിളക്ക് വെക്കുന്നില്ല തീരുമാനിച്ചു. എന്ത് മനോഹരമായ ആചരണം. ഇതുപോലെ ആണ്, ഇത് തെറ്റിപ്പോയാൽ കുഴപ്പമുണ്ടാകുമെന്ന് വെച്ച് ചെല്ലാത്ത കുറേ ആൾക്കാർ. ഇനി തെറ്റിയാൽ അപകടമാകുമോ, ഇത് പോയാലല്ലേ കുഴപ്പമുള്ളൂ, പോയില്ലെങ്കിലേ കുഴപ്പമില്ലല്ലോ എന്ന് കരുതി ഇതൊന്നും ചെയ്യാതിരിക്കുന്ന ആൾക്കാരാണ് ഭൂരിപക്ഷവും. ഇതൊക്കെ നമ്മളെ ആരൊക്കെയോ ഭയപ്പെടുത്തിയതാണ്. അപ്പം ആ ദേവി ഭയപ്പെടുത്തുന്ന ദേവിയല്ല, നമ്മളെ ഭയക്കണ്ട എന്ന് പറയുന്ന ദേവിയാണ്. അപ്പോൾ ആ ദേവിയെ അടുത്തറിയാനും ദേവി മഹാത്മ്യം പഠിക്കാനും തിരിച്ച് നമുക്ക് നഷ്ടപ്പെട്ടതൊക്കെ നമ്മളിലേക്ക് തിരിച്ചു കൊണ്ടുവരാനൊക്കെ നമ്മൾക്ക് ഈ യാത്ര സഹായകമാവട്ടെ. ഞാൻ ഈ യാത്രയിൽ പൂർണ്ണമായിട്ട് നിങ്ങളെ കൂടെ ഉണ്ടാവും. ക്ലാസ് നിത്യമായിരിക്കും പഠിപ്പിക്കുക. ഇടയ്ക്ക് ഞാൻ ഇതുപോലെ വന്നിട്ട് ഓരോ അധ്യായം കഴിയുമ്പോഴോ ഒക്കെ ആ അധ്യായത്തിൽ എന്താണ് അതിലെ ഫിലോസഫി, അതിലെ തത്വം എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. പിന്നെ ഇതിന് നമുക്കൊരു ഉപാസനാ പദ്ധതി ഉണ്ട്, അതിൻ്റെ മന്ത്രമൊക്കെ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഞാൻ വരും. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും യാത്ര ഇല്ലാത്ത സമയത്ത് ഒരുമിച്ച് കൂടാം എന്ന് വിചാരിക്കുന്നു. എന്തായാലും എല്ലാവർക്കും വളരെ നല്ല ഒരു ഒരു അനുഭവം, ഒരു ജീവിതത്തിലൊരു വലിയ മാറ്റം. ഈ ക്ലാസ്സിന് കൊറോണയ്ക്ക് മുമ്പും കൊറോണയ്ക്ക് ശേഷം എന്ന് പറയുന്നത് പോലെ ദേവീമാത്മ്യം പഠിക്കുന്നതിന് മുമ്പും പഠിച്ചതിന് ശേഷവും ഉള്ള 2 ഫോട്ടോ നിങ്ങളത് പിന്നീട് ആ വ്യത്യാസത്തോടു കൂടി കാണാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് സമയമായും തോന്നും.
ഒരു 5 പേർക്ക് സംശയം ചോദിക്കാൻ അവസരമുണ്ട്. അതിനു വേണ്ടി നമുക്ക് ഓപ്പൺ ചെയ്യാം. വന്ദേ ഗുരുപദദ്വന്ദ്വം അവാങ്മനസഗോചരം രക്തശുക്ലപ്രഭാമിശ്രം അതർക്യം ത്രൈപുരം മഹ. ഗുരുപരമ്പരേൻ്റെ അപാരമായ കൃപ, മഹാദേവിയുടെ ചണ്ഡികാദേവിയുടെ മഹാത്രിപുരസുന്ദരിയുടെ അപാരമായ കൃപ എല്ലാവർക്കും ഉണ്ടാവട്ടെ. ദേവിയുടെ കഥ കേൾക്കാൻ ദേവി തീരുമാനിച്ച ആൾക്കാർക്ക് മാത്രമേ പറ്റൂ. നമ്മൾ എത്രയോ വർഷമായിട്ട് ദേവീനെ നിരന്തരം ദേവിയോടുള്ള നമ്മളെ ആ ഒരു അപേക്ഷയുടെ ഫലമായിട്ട് അവൾക്കിപ്പോൾ കരുണ തോന്നിയിട്ടാണ് അവൾ എന്നാൽ എന്നെ ഇവർ കൂടുതൽ അറിഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് ഈ ഒരു അവസരം നമുക്ക് തന്നത്. അത് നമുക്ക് ദേവീനെ കൂടുതൽ അറിയാനും നമ്മുടെ ഹൃദയത്തിലേക്ക് ദേവീനെ കൊണ്ടുവരാനും ഒക്കെയാണ്. അത് നിങ്ങളുടെ കേമത്വം കൊണ്ടല്ല, ദേവിയുടെ കേമത്വം കൊണ്ടാണ്. ദേവി വിചാരിച്ചാണ് ഇനി ഇവൻ കുറച്ച് ഇത് കേട്ടോട്ടെ, ലൈവിൽ കുറച്ച് കേട്ടോട്ടെ എന്നുള്ളത്. അതിന് നമ്മളെ തിരഞ്ഞെടുത്തതിന് നമ്മളൊക്കെ വളരെ നന്ദിയുള്ളവരാണ്, വളരെ ധന്യമായ വ്യക്തികളാണ്. അപ്പോൾ നമസ്കാരം. നമുക്ക് ഒരു 5 പേർക്ക് ചോദ്യത്തിനുള്ള അവസരം കൊടുക്കാം. കൈ പൊക്കിയാൽ ചോദ്യം ചോദിക്കാനുള്ള മൈക്ക് ഓൺ ആക്കി തരുന്ന എനിക്ക് തോന്നുന്നത്. അതാണ് ഇവിടുത്തെ ചടങ്ങ് എന്ന് എനിക്ക് തോന്നുന്നത് പോലത്തെ. അതല്ലേ ഇവിടുത്തെ ചടങ്ങ്? അതെ 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 അതെ. അതെ അതെ. നിങ്ങളെ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് കൈ പൊക്കിയാൽ ഇവിടെ ആരും കാണാൻ പോണില്ല. ഇതിൻ്റെ അകത്ത് കൈ പൊക്കാനുള്ളൊരു യന്ത്രമുണ്ട്, അത് ഞെക്കിയാൽ മാത്രമേ അറിയാം. സംശയം ഉണ്ടായ മുത്തശ്ശനോട് വെച്ച് പറഞ്ഞുതരാം. ഒരു കൈ പൊങ്ങിയല്ലോ. യെസ്, അഭിലാഷ് ചോദിച്ചോളൂ. നമസ്കാരം. എനിക്ക് നമസ്കാരം. ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഈ ദേവി മഹാത്മ്യന്റെ സാരാംശമാണോ ഈ സിദ്ധ കുഞ്ചികാ സ്തോത്രം? ഞാൻ കേട്ടിട്ടുണ്ട്. സിദ്ധകുഞ്ചിക ദേവി സാരാംശം എന്ന് പറഞ്ഞൂടാ. സിദ്ധകുഞ്ചിക ചൊല്ലിയാൽ ദേവി മഹാത്മ്യം മുഴുവൻ ചൊല്ലിയ ഫലമുണ്ട് എന്ന് പറയുന്നുണ്ട്. സാധാരണ കേരളത്തിലാരും സിദ്ധകുഞ്ചിക അങ്ങനെ പ്രാധാന്യത്തിൽ എടുക്കാറില്ല. പക്ഷെ നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി ദിവസവും ക്ലാസ് അവസാനിപ്പിക്കുക സിദ്ധകുഞ്ചിക സ്തോത്രത്തോടു കൂടിയായിരിക്കും. ഒരു പക്ഷേ ദേവി മഹാത്മ്യത്തിൻ്റെ മുഴുവൻ സമ്മറി സിദ്ധകുഞ്ചിക സ്തോത്രത്തിൽ പറയുന്നുണ്ട്. അത് വലിയ സിദ്ധകുഞ്ചിക എന്ന് പറയുന്ന വലിയ ഒരു കൺസെപ്റ്റാണ്. ക്ലാസ്സിൽ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു. ചോദ്യം സംശയമൊന്നുമില്ല, ആരും ഇല്ലേ ഗ്രൂപ്പിൽ? ആണോ? വിജയ ഗോപിനാഥ് ചോദിച്ചോളൂ. ഈ ഓരോ ശ്ലോകത്തിന്റെയും അർത്ഥം പറഞ്ഞു തരുമോ? അത് തരും. ഓരോ ശ്ലോകത്തിൻ്റെയും സാമാന്യ അർത്ഥം നിത്യ ക്ലാസ് എടുക്കുമ്പം അത് പറഞ്ഞു പോവും. ഒരു അധ്യായം കഴിയുമ്പോഴോ എപ്പോഴെങ്കിലും അതിൽ ഞാൻ ക്ലാസ്സിൽ വന്നിട്ട് അതിൻ്റെ ഫിലോസഫി എന്താണ്, ഇതിൻ്റെ പിന്നിലുള്ള തത്വം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. നവാക്ഷരി മന്ത്രത്തെ പറ്റിയിട്ടും കൂടി ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. നവാക്ഷരി മന്ത്രം നിങ്ങൾക്ക് കുറച്ച് ക്ലാസ് മുന്നോട്ട് പോയിട്ട് അതിൻ്റെ ഉപാസന കാലഘട്ടമാകുമ്പം നമുക്ക് എല്ലാവർക്കും അതിൻ്റെ ക്രമം അനുസരിച്ച് ഒരു ജപക്രമം ഉണ്ട്, അതിന് ക്രമത്തോടു കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരും. അതൊരു ഉപദേശമായിട്ട് സ്വീകരിക്കേണ്ടതാണ്. അതിന് നമുക്കൊരു വ്യവസ്ഥ ഉണ്ടാവും. ഓക്കെ. ഒരു ഗുരുവിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും അങ്ങയിൽ നിന്ന് സ്വീകരിക്കാൻ പാടുമോ? തീർച്ചയായിട്ടും. ഇവിടെ നമുക്ക് എവിടുന്ന് വേണമെങ്കിലും, നമുക്കിപ്പോൾ സയൻസ് ഒരാളെടുത്ത് നിന്ന് മാത്രമേ പഠിക്കാവുന്നില്ലല്ലോ. 1-ാം ക്ലാസ്സിൽ സയൻസ് ബയോളജി പഠിച്ച ആൾക്കാരുടെ നല്ലല്ലോ 2-ാം ക്ലാസ്സിൽ ബയോളജി പഠിച്ചേ. അതല്ലല്ലോ 7-ാം ക്ലാസ്സിൽ ബയോളജി ആ ടീച്ചറുടെ നല്ലല്ലോ പഠിച്ചേ. അതുകൊണ്ട് ആരെടുത്ത് വേണമെങ്കിലും ഇത് പഠിക്കാം, ഒരു കുഴപ്പമില്ല. ഇവിടുന്ന് പഠിച്ചു എന്നുള്ളതുകൊണ്ട് വേറെ എവിടെയും പോയി പഠിക്കരുതൊന്നുമില്ല. വേറെ എവിടുന്നൊക്കെ എന്തൊക്കെ പഠിക്കാൻ പറ്റുമോ അതൊക്കെ പഠിക്കണം. നമസ്തേ. ശ്രീരാം ജയം. യെസ്, ഉമാ ചോദിച്ചോളൂ. നവാംഗവും ത്രയാംഗവും എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ദേവി മഹാത്മ്യത്തിൽ 13 അധ്യായങ്ങളിലായിട്ട് 700 ശ്ലോകങ്ങളാണുള്ളത്. അതാണ് ദേവി മഹാത്മ്യത്തിൽ. അതുപോലെ ദുർഗാ സപ്തശതി എന്നൊരു പേരുണ്ട് അതിന്. പക്ഷെ അതിന് പൂർവാംഗം ഉത്തരാംഗം എന്ന് പറഞ്ഞ് 2 ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങളോട് കൂടിയാണ് നമ്മുടെ ക്ലാസ് ഉണ്ടാവുക. അതിൽ ദേവി കവചം, അർഗളം, കീലകം, അതുപോലെ മൂർത്തിത്രയങ്ങൾ, രഹസ്യത്രയം എന്നൊക്കെ പറയുന്ന കുറേ ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങളോട് പൂർവാംഗം ഉത്തരാംഗം ക്രമത്തോടു കൂടിയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. താങ്ക് യു. താങ്ക് യു.
അരുൺജി പറഞ്ഞോളൂ. മൈക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഓക്കെ. Yes, നമ്മള് പറഞ്ഞോ. നമ്മളിപ്പം പലരും എഴുതിയ പുസ്തകം ഉണ്ടല്ലോ. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഇപ്പൊ ഏത് പുസ്തകമാണ് ഫോളോ ചെയ്യുന്നത്? നമ്മൾക്ക് സ്വന്തമായിട്ട് നമ്മൾക്ക് പുസ്തകമുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ PDF തരും. ആ PDF അനുസരിച്ചായിരിക്കും പഠിപ്പിക്കുക. ഓരോ ദിവസം പഠിക്കുന്നതിൻ്റെ മുമ്പ് അതിൻ്റെ PDF എല്ലാവർക്കും ഷെയർ ചെയ്യും. അത് ബേസായിരിക്കും നമ്മൾ പഠിക്കുക. ധാരാളം പുസ്തകങ്ങളുണ്ട്. പക്ഷേ നമ്മൾ എല്ലാ പുസ്തകവും നോക്കി അതിലേറ്റവും കറക്റ്റായിട്ടുള്ള ഒരു രീതിയാണ് നമ്മൾ ഇപ്പോൾ അതിൽ എടുത്തിട്ടുള്ളത്. ഗോരഖ്പൂറിൻ്റെ പുസ്തകമാണ് നമ്മൾ നേരത്തെ ബേസായിട്ട് എടുത്തിരുന്നത്. ഗോരഖ്പൂരിൽ ഗീതാ പ്രസിൻ്റെ ബുക്കാണ് എടുത്തിരുന്നത്. പക്ഷേ അതിലും നമ്മൾ കുറച്ച് ചില കാര്യങ്ങൾ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കാരണം കുറേ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതില്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് പുസ്തകമുണ്ട്. അതിൻ്റെ PDF നിങ്ങൾക്ക് തരും. സോഫ്റ്റ് കോപ്പി നിങ്ങൾക്ക് ഓരോ ദിവസവും അതിൻ്റെ പഠിക്കുന്നതിൻ്റെ ഭാഗങ്ങൾ കിട്ടും. അപ്പൊ അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്താൽ മതിയല്ലോ അല്ലേ? പ്രിന്റ് ഔട്ട് എടുക്കണമെന്നില്ല. പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കണമെങ്കിൽ എടുത്ത് വെക്കാം. കുറച്ച് അധികം ഉണ്ട്. പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കാം. ഇല്ലെങ്കിൽ നമുക്ക് സോഫ്റ്റ് കോപ്പി തന്നെ നോക്കിയിട്ട് ചെല്ലാൻ പറ്റുമെങ്കിൽ ചെല്ലാം. ഇല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കാം. അല്ലെങ്കിൽ നമുക്ക് പുസ്തകം ഉണ്ട് ഓൾറെഡി. നമുക്ക് അതിൻ്റെ ഹാർഡ് കോപ്പി ഉണ്ട്, പുസ്തകമായിട്ടുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് പിന്നീട് അതിൻ്റെ വ്യവസ്ഥ ചെയ്യാം, ആർക്കെങ്കിലും വേണമെങ്കിൽ. ശരി. നമസ്തേ. അമർനാഥിന് കൈ വെക്കാനുള്ള സിഗ്നൽ കാണുന്നില്ല പറഞ്ഞു. ഓക്കെ, 3 മിനിറ്റും കൂടി. പ്രകാശ് ബാംഗ്ലൂർ പറഞ്ഞോളൂ. സപ്തശതി എന്ന് പറഞ്ഞാൽ 700 എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ദുർഗാ സപ്തശതി 700 ശ്ലോകങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. 13 അധ്യായങ്ങളായിട്ട്. അതുകൊണ്ട് സപ്തശതി എന്ന് പറയാറുണ്ട്. നമ്മുടെ നാട്ടിൽ ദേവി മഹാത്മ്യം എന്ന് പറയാം. നോർത്തിലൊക്കെ പോയാൽ അതിനെ ദുർഗാ സപ്തശതി എന്നാണ് പറയുക. പ്രകാശിന് അൺമ്യൂട്ട് ചോദിച്ചോളൂ. എന്താ ക്ലാസിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാൻ പറ്റുമോ? എപ്പോഴാ ടൈമോ അങ്ങനെ, അതുപോലെ ഫീസ്? ബിബിനെ, ഏതൊക്കെ ദിവസം ക്ലാസ് ഉള്ളത്, എന്തൊക്കെയാണ്? അത് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. നമുക്ക് ഫീസ് വരുന്നത് 3500 ആണ് വരുന്നത്. ഗ്രൂപ്പിലുണ്ട്, അതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ഞാനൊന്നും കൂടി ആ മെസ്സേജ് ഇടാം. ഓക്കെ ഓക്കെ, താങ്ക് യു. ബുക്ക് തരാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഗ്രൂപ്പിൽ വരും. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തരാം. ഓക്കെ. ഷിബുകുമാർ ഇവിടെ ചോദ്യം ചോദിക്കുകയാണോ? അല്ല വേറെ ആരുടെ വർത്താനം പറയാണോ? ആണെന്ന് തോന്നുന്നല്ലേ. അല്ല അങ്ങോട്ട് ചോദ്യം ചോദിക്കണോ? ഓഫ്ലൈൻ ക്ലാസ് ഇപ്പോൾ അല്ല, നമുക്ക് ഓൺലൈൻ ക്ലാസ് മാത്രമേ ഉള്ളൂ. ഓഫ്ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ നമ്മൾ ഇടയ്ക്ക് ഗ്യാദർ ചെയ്യുമ്പം നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കും. അഞ്ജലി ചോദിച്ചോളൂ. ഈ ദുർഗാ പരമേശ്വരി സ്തോത്രം എന്ന് പറയുന്നത് ദേവി മഹാത്മ്യത്തിലെ ചില ചില ശ്ലോകങ്ങൾ മാത്രം എടുത്തിട്ടുള്ളതാന്ന് പറയുന്നുണ്ട്. അയ്യോ, എനിക്ക് അറിയില്ല അതിനെപ്പറ്റി. ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. ഓക്കെ ആയിരിക്കാം. എന്തായാലും ഈ ദേവി മഹാത്മ്യത്തിലെ ചില പ്രത്യേക ഭാഗങ്ങൾ മാത്രം എടുത്തിട്ട് ധാരാളം സ്തോത്രങ്ങളുണ്ട്. അപ്പം അതിൽ പെട്ടതാവാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പം അമർനാഥിൻ്റെ സംശയവും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. പോയോ? വെക്കേഷൻ്റെ ക്ലാസ് നമുക്ക് ആലോചിക്കാം. കാരണം മാർച്ചിലും ഏപ്രിലൊക്കെ യാഗത്തിൻ്റെ തിരക്കിൽ, അമേരിക്കയിലെ യാഗത്തിൻ്റെ തിരക്കിലാണ്, യാത്രയിലായിരിക്കും. അതുകൊണ്ട് ഇതുവരെയൊന്നും തീരുമാനിച്ചിട്ടില്ല. നോക്കാം നമുക്ക്. ദേവീതത്വവും ഗുരുതത്വവും ഒന്നല്ല, രണ്ടാണ്. നമുക്കത് പറയാം. ദേവീതത്വത്തിനേക്കാൾ ഉയർന്ന തത്വമാണ് ഗുരുതത്വം. അത് നമുക്ക് പറയാം. മാനിഫെസ്റ്റേഷനെ കുറിച്ചൊക്കെ നമുക്ക് പറയാം. എന്താണ് മാനിഫെസ്റ്റേഷൻ എന്നുള്ളതൊക്കെ, എന്താണ് ദേവി എന്നുള്ളതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. ആഴ്ചയിൽ ഏതൊക്കെ ദിവസം ക്ലാസ് ഉണ്ടാവുക. നിങ്ങൾക്ക് പ്രാക്ടീസ് ഗ്രൂപ്പ് ഉണ്ടാവും. പഠിച്ച കാര്യങ്ങൾ പ്രാക്ടീസ് ഗ്രൂപ്പിൽ ചൊല്ലിയിടണം.
അത് കറക്റ്റ് ചെയ്യാനുള്ളൊരു ഗ്രൂപ്പുണ്ട്. അവരത് കൃത്യമായിട്ട് കറക്റ്റ് ചെയ്ത് തരും. നമ്മളത് കറക്റ്റ് ആവുന്നത് വരെ നമ്മൾ ചൊല്ലിയിടണം. ഒരേപോലെ ചെല്ലാൻ പഠിക്കണം. യാഗത്തിന് നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് നമ്മളെല്ലാവരും ചൊല്ലി യാഗം ചെയ്യും. ശരി, അപ്പോൾ നമുക്ക് എനിക്ക് വേറൊരു ക്ലാസ് ഉണ്ട് 8 മണിക്ക്. അതുകൊണ്ട് നമുക്ക് എനിക്ക് ലീവ് ചെയ്തേ പറ്റൂ. ക്ലാസ് മുന്നോട്ട് ഞാൻ ലീവ് ചെയ്യട്ടെ വിപിനെ? ശ്രീനാഥ്, ഇന്ന് ഇൻട്രോ മാത്രമേ ഉള്ളൂ. നമുക്ക് ബാക്കി ഗ്രൂപ്പിൽ ഓക്കെ. അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ബാക്കി എന്ത് സംശയം ഉണ്ടെങ്കിലും ഗ്രൂപ്പിൽ ചോദിക്കാം, ഗ്രൂപ്പിൽ ആൻസർ ചെയ്യാം. ഗുരുപരമ്പരയുടെ അപാരമായ കൃപ എല്ലാവർക്കും ഉണ്ടാവട്ടെ. ദേവിയുടെ അപാരമായ കൃപ എല്ലാവർക്കും ഉണ്ടാവട്ടെ.